ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. തുടങ്ങട്ടെ. യം ശൈവാസമുപാസതേ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാ അർഹന്നിത്യത ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരി. ശുദ്ധോ ബുദ്ധോ വിമുക്തഃ ശ്രുതിശിഖരഗിരാം മുഖ്യതാത്പര്യഭൂമി യസ്മാജ്ജാതം സമസ്തം ജഗദിദമൃതാദ്വ്യാപ്യ സർവം സ്ഥിതോ യഃ യസ്യാംശാംശാവതാരൈഃ സുരനരവനജൈർരക്ഷിതം സർവമേതത് തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ. തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ. മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് സ്വാത്മാനന്ദപ്രബോധകഃ. ഹരി 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 ഓം തത്സ. ജയ ഗുരു, ജയ ഗുരു. അപ്പം അതുപോലെ നമുക്കെല്ലാവർക്കും അതെ, വോളണ്ടിയർമാരെവിടെയാണ്? നിങ്ങളെന്താ അവിടെ ചെയ്യുന്നത്? ഇങ്ങനെ ദൂരത്തേക്ക് പറഞ്ഞയക്കാതെ അവിടെ തന്നെ ഇരുത്തുന്ന പിന്നാക്കം. എന്തിനാ അവർ ഇത്ര ദൂരം നടന്നു വരണേ? അവിടെ വേണ്ട ചെയറുണ്ടല്ലോ. 1, 2, 3 വരി വിട്ട് ഇങ്ങോട്ട് വരാതെ ആ വരികളിൽ അങ്ങോട്ട് നിരത്തിയിരുത്തൂ. അപ്പോൾ ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ലല്ലോ. 20 കൊല്ലം കഴിഞ്ഞിട്ടും നിങ്ങൾക്കിത് അറിയില്ലേ? നോക്കൂ, തെക്കും വടക്കും നടക്കുക. ഇരുന്നൂടെ ഏതെങ്കിലും കസേരയല്ലേ? എല്ലാവർക്കും കൂടി ഒരു 3 തവണ ഓങ്കാരം ജപിക്കുക. കൈ കോർത്ത് മടിയിൽ വയ്ക്കൂ, കഷ്ടപ്പെടാതെ നിവർന്നിരിക്കൂ, കണ്ണടയ്ക്കൂ, മനസ്സും വായും തുറന്ന് എൻ്റെ കൂടെ ജപിക്കുക. നമ്മുടെ ഈ കൂട്ടധ്വനി ഭൂതലം മുഴുവനും വ്യാപിച്ച് അതിൻ്റെ അനുഗ്രഹ വർഷങ്ങൾ എല്ലാ ജീവജാലങ്ങളിലും ചൊരിയണം എന്നൊരു ഉദ്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ഈ സങ്കല്പത്തിലൂടെയാണ് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് വികസിതമായി വിശാലമായി അതിനനുസരിച്ച് പവിത്രയോടുകൂടി പരിലസിക്കാൻ പോകുന്നത്. ഒരു തപോനുഷ്ഠാനമാണിത്. അങ്ങനെ തന്നെ വിചാരിക്കൂ. ഇതാ ഓ എന്താ നിങ്ങൾ ആരും ജപിക്കുന്നില്ലേ? നിങ്ങളുടെ കൂട്ടശബ്ദം എൻ്റെ ശബ്ദത്തിനേക്കാൾ വലുതാവണമല്ലോ. ഇങ്ങനെ ഓർക്കം തൂങ്ങികളായാൽ പറ്റില്ല. ഇവിടെ വന്നിരിക്കുന്നത് തപസ് ചെയ്യാനാണ്, സംശയമൊന്നുമില്ല. ആർക്ക് വേണ്ടി? നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും വരും തലമുറകൾക്കും വേണ്ടി. അപ്പോൾ അങ്ങനെ തന്നെ ഒന്ന് ഉത്സാഹത്തോടു കൂടി ജപിക്കൂ. ദാ ഞാൻ കണ്ണ് തുറന്ന് നോക്കണോ? ഓ
ഇതാ മൂന്നാമത്. എല്ലാവരും ഓ ഇന്നലെ ഞാൻ പറഞ്ഞു നിർത്തിയത് യുധിഷ്ഠിരനും നാരദ മഹർഷിയും തമ്മിലുള്ള ഒരു സംവാദത്തിൻ്റെ ഭാഗമാണ്. 7-ാം സ്കന്ധത്തിൽ കാതലായിട്ടുള്ള ഒരു ഉപദേശ സംഹിതയാണിത്. അതിലെന്താ നമ്മൾ പറഞ്ഞത്? എങ്ങനെയാണ് തുടങ്ങിയത്? ഭഗവാന് എന്തെങ്കിലും വ്യത്യാസബുദ്ധിയാകാമോ? നല്ലവരോട് പ്രത്യേക പ്രീതി, അല്ലാത്തവരോട് പ്രീതി കുറവ്, നല്ലവരുടെ പ്രീതി സമ്പാദിക്കാനായി വിശേഷാൽ എന്തെങ്കിലും ചെയ്യുക, ഇനി ഇഷ്ടമില്ലാത്തവരെ കഷ്ടപ്പെടുത്താനും ബുദ്ധിമുട്ടിക്കാനുമായി വധം വരെ നടത്തുക, ഇത് ഈശ്വരൻ എന്ന സങ്കല്പത്തിന് പൊരുത്തപ്പെടുന്നതാണോ എന്നാണ് ചോദ്യം. ഒരിക്കലും പൊരുത്തപ്പെടുന്നതല്ല. പിന്നെ എന്താണിത് ഇങ്ങനെ നടത്തണേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവസാനം പറയുകയാണ്. എന്താ പറയണത്? ശിശുപാലൻ കൃഷ്ണനെ ഭർഷിക്കാൻ തുടങ്ങി, ചീത്ത പറയാൻ തുടങ്ങി. അവസാനം സഹികെട്ട് രാജസൂയാഗത്തിൻ്റെ തുടക്കം അത് തുടങ്ങാനിരിക്കുകയാണ്. ആ പുണ്യകർമ്മത്തിന് തടസ്സം നിർത്തിക്കൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്. എന്തു ചെയ്തു? ചക്രം പ്രയോഗിച്ചു, സുദർശന ചക്രം. കഴുത്ത് മുറിഞ്ഞ് താഴത്ത് വീണു. അവിടുന്ന് എല്ലാവരും കാണുക ഒരു തേജസ് നിർഗളിച്ച് കാറ്റിലൂടെ സഞ്ചരിച്ച് കൃഷ്ണപരമാത്മാവിൻ്റെ ഉള്ളിൽ ചേർന്നു. ഇതെങ്ങനെയാ അത് നടക്കുക? വായിൽ വെള്ളക്കുഷ്ഠം വരേണ്ടതായിരുന്നു ആർക്ക്? ശിശുപാലന്. അതിന് പകരം കിട്ടിയതോ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കെ തുറന്ന ഒരു സായുജ്യം കൃഷ്ണപരമാത്മാവോടുകൂടി. ഇതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുമ്പോൾ മനസ്സിന് യാതൊരു പിടിയും കിട്ടുന്നില്ല. കഥം തസ്മിൻ ഭഗവതി ദുരവഗ്രാഹധാമനി പശ്യതാം സർവലോകാനാം ലയമീയതുരഞ്ജുസ. ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കെ ഭഗവാനുമായി ഒരു തുറന്ന സായുജ്യം എങ്ങനെ കൈവന്നു ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഏതദ്ഭ്രാമ്യതി മേ ബുദ്ധി ദീപാർച്ചിരിവ വായുന ബ്രൂഹ്യേതദ്ഭുതതമം ഭഗവാൻ എത്ര കാരണം. അത്യദ്ഭുതമാണ് ഇത് കാണാനും ചിന്തിക്കാനും ആലോചിക്കാനും. അതുകൊണ്ട് ഇത് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്ന് പറഞ്ഞു. ബാദരായനിരുവാച രാജ്ഞസ്തത്വജാകർണ്യ നാരദോ ഭഗവാൻ ഋഷി തുഷ്ടപ്രാഹത്തമാഭാഷ്യ ശൃണ്വത്യാഹ തത്സദക്കഥാഃ. യുധിഷ്ഠിരൻ്റെ ആ ചോദ്യം കേട്ട് നാരദ മഹർഷി വളരെ സന്തോഷിച്ചു. ഇങ്ങനെ ചോദിക്കാൻ ചിലരുണ്ടല്ലോ. എന്തെങ്കിലും സത്സംഗം ഭംഗിയായി നടക്കണമെങ്കിൽ ഞങ്ങളുടെ ആശ്രമത്തിൽ ഞാൻ എപ്പോഴും പറയാനുള്ളതാണ്. എൻ്റെ കൂടെയുള്ളവരും പറയും. എന്താണത്? സത്സംഗം നന്നാവണം എന്നുണ്ടെങ്കിൽ പൃച്ഛകനുണ്ടാവണം. അതിൽ സന്നിഹിതരായിട്ടുള്ളവർക്ക് ഞങ്ങൾക്ക് ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ കൊള്ളാം, ഇത് ചെയ്താൽ കൊള്ളാം എന്നിങ്ങനെ പറയാൻ അവർക്ക് തോന്നണം. അപ്പോഴേ അതിന് മറുപടിയായി നമുക്കും പറയാനൊരു ഇഷ്ടം തോന്നുള്ളൂ. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചപ്പോൾ നാരദ മഹർഷിക്ക് വളരെ സന്തോഷമായി. ഇങ്ങനെ ഭഗവാനെക്കുറിച്ചോ മറ്റു പ്രകാരത്തിലോ ചോദിക്കുന്നവർ വളരെ ചുരുക്കമാണ്. മനസ്സിലുണ്ടെങ്കിൽ തന്നെ പുറത്ത് തുറന്ന് ചോദിക്കാൻ ആരും വെമ്പൽ കൊള്ളാറില്ല. അപ്പം അദ്ദേഹത്തിന് നാരദോ ഭഗവാൻ ഋഷി തുഷ്ടപ്രാഹത്തമാഭാഷ്യ ശൃണ്വത്യാഹ തത്സദക്കഥാഃ. തുറന്ന ആ സദസ്സ്, അതിൽ പല ആൾക്കാരും ഉണ്ട്, മഹാത്മാക്കളുമുണ്ട്, എല്ലാവരുമുണ്ട്. അവരെല്ലാവരും ഉള്ള സ്ഥലത്ത് എല്ലാവരും കേൾക്കേ നാരദ മഹർഷി പറഞ്ഞു. എന്താ പറഞ്ഞത്? നിന്ദനസ്തവ സത്കാരന്യക്കാരാർത്ഥം കളേവരം പ്രധാനപരയോ രാജൻ അവിവേകേന കൽപ്പിതം ഹിംസാ തദഭിമാനേന ദണ്ഡപാരുഷ്യയോർയഥാ വൈഷമ്യമിഹ ഭൂതാനാം മമാഹമിതി പദാർത്ഥിവ യന്നിബദ്ധോഭിമാനോയം തദ്വധാത് പ്രാണിനാം വധ തഥാനയസ്യ കൈവല്യാത് അഭിമാനോ അഖിലാത്മനഃ. കേൾക്കണുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ച്. നിങ്ങൾക്ക് ഈ ചോദ്യത്തിൽ ഒരു ശ്രദ്ധയോ താല്പര്യമോ തന്മയത്വമോ തോന്നുന്നുണ്ടോ? തോന്നണം. 20 കൊല്ലമായില്ലേ ഇവിടെ പലരും ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രത്തിൽ പങ്കെടുത്ത് ബഹുമുഖമായ തത്വപ്രവചനങ്ങൾ കേട്ടുവരുന്നത്. നിന്ദനസ്തവ സത്കാര ന്യകാരാർത്ഥം കളേവരം പ്രധാനപരയോ രാജൻ അവിവേകേന കൽപ്പിതം.
ചിലരെന്നെ നിന്ദിച്ചു, ചിലരെന്നെ സ്തുതിച്ചു, ചിലരനുകൂലമായി, ചിലർ പ്രതികൂലമായി. ഇങ്ങനെയുള്ള ഈ വ്യത്യാസബുദ്ധി, ഭേദബുദ്ധി ഉണ്ടല്ലോ, നമ്മുടെ ശരീരത്തെ അതിന് വിധേയമാക്കുക എന്നുള്ളത് പ്രധാനപരയോ രാജൻ അവിവേകേന കൽപ്പിതം. ഞാൻ പറയട്ടെ, നിങ്ങൾ കേൾക്കുമോ? കേട്ടാൽ പോരല്ലോ, ഗ്രഹിക്കണമല്ലോ. ഈ വ്യത്യാസബുദ്ധി മുഴുവൻ പ്രവർത്തിക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. ആ മനസ്സിലൊരു തെറ്റിദ്ധാരണ കടന്നുകൂടിയിട്ടുണ്ട്. അതിനാരും, വേറെ ആരും അതിന് ചുമതലക്കാരല്ല, നമ്മൾ തന്നെയാണ്. എന്താ അതിനുള്ള കാരണം? പ്രകൃതിയുടെ സൃഷ്ടിയാണ് ഈ കാണുന്നത് മുഴുവനും പ്രപഞ്ചം. പാഞ്ചഭൗതികമായിരിക്കുന്ന സൃഷ്ടി. പഞ്ചഭൂതങ്ങൾ എന്താ? ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം. ഈ പാഞ്ചഭൗതികമായ സൃഷ്ടിയിൽ എല്ലാ സ്ഥലത്തും ഒരു ഭാഗത്ത് പ്രകൃതിയും ഒരു ഭാഗത്ത് പുരുഷനും ഉണ്ട്. ഈ പ്രകൃതിയും പുരുഷനും തമ്മിൽ വാസ്തവത്തിൽ ഒരു ബന്ധവുമില്ല. പ്രകൃതി ചെയ്യുന്നതിൽ പുരുഷന് പങ്കാളിത്വമില്ല, പുരുഷൻ അതിൽ അകപ്പെടുകയില്ല. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയാത്തത് കൊണ്ട് ആരെങ്കിലും നമ്മളെ നോക്കി, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നമ്മളെ നോക്കി, ആരായി നമ്മൾ? എൻ്റെ ശരീരമാണ് അവർ നോക്കുന്നത്. എന്താ ഞാൻ പറഞ്ഞത്? എൻ്റെ ശരീരം, അതാണ് അവർ നോക്കുന്നത്. എൻ്റെ ശരീരം ഞാനാണോ? ഞാനല്ലല്ലോ. അപ്പം അവരെന്നെ നോക്കിയെന്ന് എൻ്റെ ശരീരത്തിനെ നോക്കിയിട്ട് പറഞ്ഞാൽ, ഞാൻ താമസിക്കുന്ന വീടിനെ ഒരാൾ നോക്കിയാൽ നിങ്ങൾ പറയുമോ എന്നെ നോക്കിയെന്ന്? എന്താ മിണ്ടാത്തെ? നിങ്ങൾ താമസിക്കുന്ന വീടിനെ ഒരാൾ നോക്കിയാൽ നിങ്ങളെ നോക്കിയെന്ന് പറയുമോ? പറയില്ല. എന്നാൽ നിങ്ങൾ താമസിക്കുന്ന ശരീരത്തെ നോക്കി ഒരാൾ പറയുമ്പോൾ നിങ്ങൾ എന്തിനാ എന്നെ നോക്കി, എന്നോട് പറഞ്ഞു എന്ന് പറയണേ? അപ്പം അവിടെ നമുക്കൊരു തകരാറുണ്ട്, ഉള്ളിൽ കിടന്ന് കളിക്കണു. ആ തകരാറ് മറ്റാരും വരുത്തി തീർത്തതല്ല, നമ്മൾ തന്നെ ആലോചിക്കാതെയും വിചാരം ചെയ്ത് നോക്കാതെയും വന്നു കിട്ടിയിട്ടുള്ള ഒരു ആപത്താണത്. ആ ആപത്തിന് പരിഹാരം എന്താ? നമ്മൾ തന്നെ ആലോചിച്ച് പരിഹാരം ഉണ്ടാക്കണം. അപ്പം അവിവേകേന കൽപ്പിതം, അവിവേകേന, വിവേകമില്ലായ്മ കൊണ്ട്, വിശേഷബുദ്ധി ഇല്ലായ്മ കൊണ്ട്, തത്വവിചാരം ചെയ്യാത്തത് കൊണ്ട് നമ്മളിൽ അങ്ങോട്ട് നുഴഞ്ഞങ്ങോട്ട് കയറുകയാണ്. ഈ അവിവേകം നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റണം. ഹിംസാ തദഭിമാനേന ദണ്ഡപാരുഷ്യയോർ യഥാ വൈഷമ്യമിഹ ഭൂതാനാം മമാഹമിതി പാർത്ഥവ. ഇത് തന്നെയാണ് വാസ്തവത്തിൽ ഉദ്ധവൻ കൃഷ്ണൻ്റെ അടുത്ത് അവസാനം ചെന്ന് പറഞ്ഞത്. അങ്ങ് പറഞ്ഞത് മാതിരി ബദരികാശ്രമത്തിലേക്ക് ഞാൻ പറഞ്ഞത് കേട്ട ഉടനെ പോകണം. അങ്ങ് പറഞ്ഞത് അനുസരിക്കുന്ന ആളാണ് ഞാൻ. ഈ കാര്യത്തിൽ എനിക്ക് അങ്ങയെ അനുസരിക്കാൻ വയ്യ. എന്താ കാരണം? എൻ്റെ മനസ്സിലും ബുദ്ധിയിലും സോഹം മമാഹമിതി മൂഢമതിർവിഗാഢ ത്വന്മായയാ വിരചിതാത്മനി സാനുബന്ധേ. ഈ ശരീരത്തിൽ ഞാൻ എന്നൊരു തോന്നൽ, ശരീരത്തിന് വേണ്ട സാധനങ്ങളിലൊക്കെ എൻ്റെ എന്നുള്ള വിചാരം, ഈ രണ്ടിനും ഒരർത്ഥവും ഒരു പ്രസക്തിയുമില്ല. എന്നാലും അതിൽ ആണ്ട് കിടക്കണു എൻ്റെ മനസ്സ്. ആ തെറ്റായിട്ടുള്ള വിചാരത്തെ, വ്യാമോഹത്തെ മാറ്റാൻ വേണ്ടി അങ്ങ് തന്നെ തക്ക ഉപദേശം നൽകി എൻ്റെ ഉള്ളിൽ നുഴഞ്ഞങ്ങോട്ട് കയറി മനസ്സിലും ബുദ്ധിയിലുമുള്ള ഈ ഉണ്ടക്കരി പോലെയുള്ള ഈ സാധനം ഉണ്ടല്ലോ, ഇതിനെ തുടച്ചു മാറ്റി അങ്ങ് പറഞ്ഞതുപോലെ കേൾക്കാൻ എനിക്ക് സാധിക്കണം എന്നുള്ള ചോദ്യമാണ്, ആവശ്യമാണ് പറഞ്ഞത്. ഹിംസാ തദഭിമാനേന ദണ്ഡപാരുഷ്യയോർ യഥാ വൈഷമ്യമിഹ ഭൂതാനാം മമാകമിതി പാർത്ഥിവ. എൻ്റെ ഞാൻ, എൻ്റെ ഞാൻ എന്നുള്ള ആ രണ്ട് തെറ്റായിട്ടുള്ള വിചാരമാണ് ഈ ഒരുത്തൻ നിന്ദിച്ചു, ഒരുത്തൻ സ്തുതിച്ചു, ഒരുത്തൻ അനുകൂലിച്ചു, ഒരുത്തൻ പ്രതികൂലിച്ചു എന്ന് പറഞ്ഞ് അതിനെ ചൊല്ലി അനവധി രാഗദ്വേഷങ്ങളും ഭ്രമങ്ങളും ഭയവും മോഹങ്ങളും പ്രതികാര ബുദ്ധിയും എല്ലാം കൂടി നമ്മളെ ഉള്ളിൽ കിടന്ന് ചുഴലിക്കാറ്റ് പോലെ തകരാറാക്കി തീർക്കുന്നത്. യന്നിബദ്ധോഭിമാനോയം തദ്വധാത് പ്രാണിനാം വധ തഥാനയസ്യ കൈവല്യാത് അഭിമാനോ അഖിലാത്മനഃ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്ത്? അച്ഛനമ്മമാർ മൂലം ജനിച്ചത് ശരീരമാണ്, ദേഹമാണ്. ആ ദേഹത്തിൽ അധിവസിക്കുന്ന ജീവന് അച്ഛനും അമ്മയും രൂപം കൊടുത്തിട്ടില്ല. ബയോളജിക്കലായിട്ട് ജനിച്ചിട്ടുള്ളത് ശരീരം മാത്രമാണ്. ആ ശരീരത്തിൻ്റെ ഉള്ളിൽ ദേഹമല്ലാതെ, പഞ്ചഭൂതങ്ങളല്ലാതെ, ദ്രവ്യവും ഊർജവുമല്ലാതെ ഒരു സാന്നിധ്യം അതിൻ്റെ ഉള്ളിലുണ്ട്. ആ സാന്നിധ്യത്തെ പ്രസവിച്ചിട്ടില്ല, അതിനെ വളർത്തിയിട്ടില്ല.
ഒരു തരത്തിലും അലങ്കരിച്ചിട്ടില്ല. സാധാരണ നല്ല ഇംഗ്ലീഷ് ഭാഷയിൽ പറയുകയാണെങ്കിൽ അവർ പേരൻസ് ആർ ഓൺലി ദ ബയോളജിക്കൽ സോഴ്സ് ഫോർ ദ ബർത്ത് ഓഫ് അവർ ബോഡി, not for the birth of the I in the body. The I in the body is absolutely different from the biological aggregate called the body. That biological body alone has been given birth to by the mother through the instrumentality of the father. But the jiva that remains in it is actually God. പരമാത്മാവ് എന്ന് പറയുന്നത് പരമേശ്വരനാണ്. ആ ജഗതീശ്വരൻ്റെ ഒരു അംശമാണ് നമ്മുടെ ഉള്ളിലുള്ള ജീവൻ. ആ ജീവൻ ഒരിക്കലും ശരീരമല്ല. നിങ്ങൾ കെട്ടിയുണ്ടാക്കിയ വീട്ടിൽ നിങ്ങൾ 24 മണിക്കൂറും അല്ലെങ്കിൽ അതിനനുസരിച്ചും കഴിയണു. ആ വീട് നിങ്ങളാണോ? അല്ലല്ലോ. വീട്ടിൽ താമസിക്കുന്നവരല്ലേ നിങ്ങൾ. ആ വീട് ജഡമല്ലേ? അതെ. അതേപോലെ നിങ്ങളുടെ ദേഹവും ജഡമാണ്. ആ ജഡമല്ലാതെ ഒന്ന് അവിടെ ഉണ്ടെങ്കിൽ അത് ഉള്ളിൽ ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്തോ ആ സാധനമാണ്, ആ സാന്നിധ്യമാണ്. ഇത് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് കൊന്നു, മരിച്ചു, പോയി, വന്നു, പൊർത്തു എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ അഭിമാനോഖിലാത്മന, അഖിലാത്മാവായിരിക്കുന്ന പരമാത്മാവായ പരമേശ്വരന് ഒരിക്കലും, ഇപ്പോൾ ഇവിടെ എത്ര ജീവജാലങ്ങൾ മരിക്കുന്നു? ലോകത്തിൽ ഇതുവരെ മരിച്ചവരുടെ സംഖ്യ നിങ്ങൾക്കറിയാമോ? 10,000 കോടിയാണ്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരോ 400 കോടിയാണ്. അപ്പോൾ ഈ 400 കോടി വിട്ട് 9,600 കോടി ജനങ്ങൾ ഇവിടെ ജീവിച്ച് മരിച്ചു പോയി കഴിഞ്ഞു. ഇവർ പോകാതെ ഇരിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? എന്നാൽ ഉറുമ്പിന് അരിക്കാൻ പോലും ഈ ഭൂമിയിൽ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ ഈ ജനനം മരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേർതിരിച്ച് കാണാൻ പറ്റില്ല. ജനനമുണ്ടായോ അപ്പം മരണവും ഉണ്ടാവും. മരണം എന്ന് പറയുന്നത് ജന്മത്തിൻ്റെയും വളർച്ചയുടെയും ഒരു പരിസമാപനവും ഒരു പൂരണവുമാണത്. അതിനെ ആകെ മൊത്തം നമ്മൾ കാണണം, വേർതിരിച്ച് കാണരുത്. അപ്പോൾ ഈ അഭിമാനമൊക്കെ ഉണ്ടാവുന്നത് അഖിലാത്മത്വം മനസ്സിലാക്കാത്തത് കൊണ്ട്. പരസ്യതമകർത്തുർഹി ഹിംസാ കേനാസ്യ കൽപ്യതേ തസ്മാത് വൈരാനുബന്ധേന നിർവൈരേണ ഭയേന വാ സ്നേഹാത് കാമേന വാ യുഞ്ജ്യാത് കഥഞ്ചിന്നേക്ഷതേ പൃഥക്. തസ്മാത് വൈരാനുബന്ധേന നിർവൈരേണ ഭയേന വാ സ്നേഹാത് കാമേന വാ യുഞ്ജ്യാത് കഥഞ്ചിന്നേക്ഷതേ പൃഥക്. അതുകൊണ്ട് എന്തു വേണമെന്നറിയോ യുധിഷ്ഠിര മഹാരാജാവേ? അങ്ങയുടെ മനസ്സിനെ ചികിത്സിച്ച് പവിത്രമാക്കി ഭേദബുദ്ധി, ആ വ്യത്യാസ ബുദ്ധി എന്നുള്ളതിനെ നിശേഷം ഇല്ലാതെയാക്കി തീർക്കണം. മനസ്സിനെ നേരെയാക്കാൻ ഒരു വഴിയുണ്ട്. ആ വഴി എന്താ? അതിൻ്റെ ഭാവം വേണ്ടതുപോലെ പരിലസിപ്പിച്ച് പ്രകടമാക്കി കൊണ്ടുവരിക. തസ്മാത് വൈരാനുബന്ധേന നിർവൈരേണ ഭയേന വാ. ഒരു ഭാഗത്ത് വൈരം കൊണ്ടാവാം, അതല്ലെങ്കിൽ വൈരമില്ലാതെ സ്നേഹമോ വാത്സല്യമോ ആവാം. അല്ല, പേടിയാണെങ്കിലും വിരോധമില്ല, സ്നേഹമാണെങ്കിലും വിരോധമില്ല, കാമമാണെങ്കിലും വിരോധമില്ല. എന്തായാലും ഏതെങ്കിലും ഒരു ഭാവം പ്രകടമാക്കി ഭഗവാനോട് അടുക്കാനായിട്ട് നമ്മൾ നോക്കണം. നമ്മുടെ ഉള്ളിലുള്ള ജീവൻ ഈശ്വരനാണല്ലോ. ആ ഈശ്വരൻ്റെ പരിലസനമല്ലേ എല്ലാം എല്ലായിടത്തും. വെള്ളം ഐസായി കട്ടിയായി വെളുപ്പ് നിറവും വന്നു എന്ന് പറഞ്ഞ് ആ വെള്ളത്തിൻ്റെ തന്മ H2O എന്ന് പറയുന്ന ആ സംഘടന, ആ ചേർച്ച അതിലില്ലാതെയാവുന്നില്ലല്ലോ. തിളപ്പിച്ചാൽ നീരാവിയുമാവും. പക്ഷേ ഇതൊക്കെ വെള്ളം തന്നെയാണ്. അതുകൊണ്ട് ഈ പാഞ്ചഭൗതിക പ്രപഞ്ചമായി എന്ന് പറഞ്ഞതുകൊണ്ട് ആ ഈശ്വരത്വം വിട്ട് ഈ അനീശ്വരനാവുന്നില്ല. എല്ലാം ഒന്ന് തന്നെയാണ്. ഇത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ എന്തു വേണം? ഏതെങ്കിലും ഒരു ഭാവം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോളൂ. ഭാവം എന്ന് പറഞ്ഞാൽ എന്താ? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം എന്നൊക്കെ പറയണത് വികാരങ്ങളാണ്. അതുപോലെ നിങ്ങൾക്ക് എന്തായാലും കൊള്ളാം. സ്നേഹമോ വെറുപ്പോ വൈരാഗ്യമോ ശത്രുതയോ ഭയമോ മാത്സര്യമോ അസൂയയോ എന്തായാലും കൊള്ളാം, എടുത്തോളൂ എന്ന്. ഒരാൾ നമ്മളെ ധിക്കരിച്ചു, അതുകൊണ്ട് എൻ്റെ മനസ്സ് മുഷിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അത് മുഷിയാതെ ഇരിക്കാനും അതിൽ തളർച്ച വരാതെ ഇരിക്കാനും ചില പരിശീലനങ്ങളുണ്ട്. പറഞ്ഞു തരട്ടെ? ഞാൻ പറയട്ടെ? എന്താ മിണ്ടാത്തെ? ചിലപ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട്, ഒരാൾ നമ്മളെ ശകാരിച്ചു അല്ലെങ്കിൽ കുറ്റം പറഞ്ഞു, ദോഷം ആരോപിച്ചു എന്നിരിക്കട്ടെ.
സ്വല്പം പോലും നിങ്ങൾ കുലുങ്ങരുത്. ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ദുഷിച്ചു, ശകാരിച്ചു, അല്ലെങ്കിൽ കുറ്റം പറഞ്ഞു എന്നിരിക്കട്ടെ, ആ പറഞ്ഞത് വാസ്തവമാണോ എന്ന് നിങ്ങൾ നോക്കുക. വാസ്തവമാണെങ്കിൽ ആ ആൾ പറഞ്ഞത് നല്ലതല്ലേ? നമ്മളിലുള്ള കുറ്റം ചൂണ്ടിക്കാണിച്ചു, അത് വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമല്ലേ? അതുകൊണ്ട് എന്തു വേണം? നിങ്ങൾ നന്ദി പറയണം. ഓ, ഈ കുറ്റം താങ്കൾ കാണിച്ചു തന്നുവല്ലോ, എനിക്ക് വളരെ നന്നായി, ഞാനത് പരിശോധിച്ച് നോക്കി നീക്കിക്കോളാം, ഇനിയും പറയണം കേട്ടോ. സാധിച്ചാൽ തൊഴുക, അല്ലെങ്കിൽ കാക്കൽ വീണ് നമസ്കരിക്കുക, അതാണ് വേണ്ടത്. ഇനി അദ്ദേഹം പറഞ്ഞതൊന്ന് പരിശോധിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ബോധ്യമായി ഒരു തരത്തിലുള്ള തെറ്റും തന്നിലില്ല എന്നാണ് സത്യം എന്നുണ്ടെങ്കിലോ പുല്ലുപോലെ തള്ളിക്കളയൂ. നിങ്ങൾക്ക് എന്താ കോട്ടം? അപ്പം അവനവൻ തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ളത് നാം തന്നെ വേണം ഉറപ്പിച്ച് മനസ്സിലാക്കി അതിൽ സംതൃപ്തിയും സൗഭാഗ്യവും കൊള്ളാൻ. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത്, മന്നിന്ദയായതി ജനോ പരിതോഷമേതി നന്നു അപ്രയത്ന സുലഭോയം അനുഗ്രഹോ മേ ശ്രേയോർത്ഥിനോ ഹി പുരുഷ പരതുഷ്ടിഹേതോ ദുഃഖാർജിതാന്യപി ധനാനി പരിത്യജന്തി. എല്ലാവരും കേൾക്കുന്നുണ്ടോ? വിചാരശീലം കൊണ്ട് മനസ്സിനെ എത്രമാത്രം മാറ്റിയെടുക്കാം എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. വിചാരശീലം കൊണ്ട് നിങ്ങൾ ഈ കിണറ്റിലുള്ള തവളയെ പോലെ ഇതാണ് ഒക്കെ, ഇതിലേറെ ജലാശയം ഇല്ല എന്നൊരു വിചാര തവളയ്ക്ക്, കിണറ്റിലുള്ള തവളയ്ക്ക്. അതുപോലെ ആവരുത്. നിങ്ങളുടെ മനസ്സ് ആദ്യമായിട്ടൊരു കുളം പോലെ ആവട്ടെ, അത് കഴിഞ്ഞാൽ ഒരു തടാകം പോലെ ആവട്ടെ, അത് കഴിഞ്ഞാൽ ഒരു പുഴ പോലെ ആകട്ടെ, അവസാനം സമുദ്രം പോലെ ആവണം. പോരാ, ആകാശസമം വലുതാകണം. അങ്ങനെ വിശാലമാകാൻ വേണ്ടിയാണ് മനുഷ്യജന്മം. ഒരു കുട്ടി വെറുതെ നടന്നു, കല്യാണം കഴിപ്പിച്ചു, ഒരു കുട്ടി ഉണ്ടായി. ആദ്യം താൻ ഒറ്റയ്ക്ക്, ഇപ്പം 3 ആളായി. മനസ്സിൻ്റെ വികാസമല്ലേ അവിടെ ഉദ്ദേശിക്കുന്നത്? കുടുംബാംഗങ്ങളോടൊക്കെ ഒരു താതാത്മ്യം തോന്നുമ്പോഴോ വികാസം തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ അവസാനം വസുധൈവ കുടുംബകം, ഈ ഭൂമി മുഴുവനും എൻ്റെ കുടുംബമാണെന്നൊരു തോന്നലിലെത്തിയിട്ട് വേണം നാം ദേഹം വിടാൻ. അതിനു മുമ്പ് പോവരുത്. വിശാലതയ്ക്ക് മാത്രമാണ് നമ്മൾ മനുഷ്യജന്മം എടുത്തിരിക്കുന്നത്. മനസ്സിനെ വിശാലമാക്കി, മനസ്സിനെ വിജ്ഞവും പ്രബുദ്ധവുമാക്കി, ആ വിശാലതയിൽ നിന്നും പ്രബുദ്ധതയിൽ നിന്നും നമുക്ക് കിട്ടാനുള്ള ആ സന്തോഷവും സൗഭാഗ്യവും ഉണ്ടല്ലോ, അത് ധാരാളം നുകർന്ന് ഉള്ളാഹ്ലാദ തിമിർപ്പോടുകൂടി വേണം ഈ ദേഹത്തെ വിടാൻ. അതിനാണ് മനുഷ്യജന്മം. ശ്രീമദ് ഭാഗവതം അതാണ് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത്. അപ്പോൾ എൻ്റെ നിന്ദ കൊണ്ട് യതി ജനമോ പരിതോഷമേതി, ആർക്കെങ്കിലും എന്നെ നിന്ദിച്ച് സന്തോഷം വരുന്നുണ്ടെങ്കിൽ നന്നു അപ്രയത്ന സുലഭോയം അനുഗ്രഹോമേ, ആ ആളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ആ ആൾക്ക് എന്നെ നിന്ദിച്ച് സന്തോഷമുണ്ടാവണം. അപ്പോൾ കഷ്ടപ്പെടാതെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു സൗഭാഗ്യമല്ലേ അത് എന്ന്. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഉൾക്കൊള്ളുമോ? അത് പറയാൻ 4 ആളേ ഉള്ളൂ. എൻ്റെ സദസ്സ് വലിയ സദസ്സാപ്പാ. നന്വപ്രയത്ന സുലഭോയമനുഗ്രഹോ മേ ശ്രേയോർത്ഥിനോ ഹി പുരുഷാഃ പരതുഷ്ടിഹേതോ. നിങ്ങളെല്ലാവരും ഈ ലോകത്തിൽ അധ്വാനിക്കുന്നത് എന്തിനാണ് കൂട്ടരെ? അധ്വാനിച്ച പണം മുഴുവൻ ചെലവ് ചെയ്യണത് എന്തിനു വേണ്ടിയിട്ടാണ്? വീട്ടംഗങ്ങളായാലും ഭാര്യയാണെങ്കിൽ ഭാര്യ, ഭർത്താവാണെങ്കിൽ ഭർത്താവ്, കുട്ടികളാണെങ്കിൽ അവരൊക്കെ സന്തോഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ചെലവ് ചെയ്യണത്. ചെലവ് ചെയ്ത് കഴിഞ്ഞ് ഒരു വീട് കെട്ടിയുണ്ടാക്കി ഒന്ന് നോക്കൂ. ഈ ടാപ്പ് ഇവിടെ വച്ചത് ശരിയായില്ല, ഈ കമ്മോട് ശരിയല്ല, അതിൽ ഇരിക്കാൻ പറ്റില്ല. കുറ്റം കൊണ്ട് മാത്രമേ നമുക്ക് റിവാർഡ് കിട്ടുള്ളൂ. അപ്പം എത്ര തന്നെ കഷ്ടപ്പെട്ടാലും ബാക്കിയുള്ളവരെ സന്തോഷിപ്പിക്കാനുള്ള പ്രയത്നം സഫലമാകാറില്ല. ദുഃഖാർജിത അന്യവിധനാനി പരിത്യജന്തി. കഷ്ടപ്പെട്ട് ദുഃഖത്തോടു കൂടി ക്ലേശിച്ച് സമ്പാദിച്ച പണം പോലും അന്യൻ്റെ തൃപ്തിക്ക് വേണ്ടി നാം ചെലവ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു ചെലവുമില്ലാതെ ചിലർ എന്നെ കുറ്റം പറഞ്ഞിട്ട് സന്തോഷിക്കുകയാണ്. അപ്പോൾ എന്തു വേണം? സതത സുലഭദൈന്യേ നിസ്സുഖേ ജീവലോകേ യതി മമ പരിവാദാത് പ്രീതിമാപ്നോതി കശ്ചിത് പരിവദതു യഥേഷ്ടം മത്സമക്ഷം തിരോവാ ജഗതി ഹി ബഹുദുഃഖേ ദുർലഭ പ്രീതിയോഗ.
ഈ ലോകത്തിൽ എല്ലാ ദിക്കിലും സുഖമില്ലായ്മയാണ്. ജീവലോകത്തിൽ ഒന്നിലും ഒരാൾക്കും ഇല്ല സുഖം. അതിൻ്റെ ഇടയിൽ എന്നെ കുറ്റം പറഞ്ഞിട്ട് ഒരാൾക്ക് സന്തോഷം ഉണ്ടാകുമെങ്കിൽ എന്താ വേണ്ടേ? പരിവദതു യഥേഷ്ടം, ഇഷ്ടം പോലെ പറഞ്ഞോളൂ, എത്ര വേണോ അത്ര പറയൂ. മത് സമക്ഷം തിരോവാ, എൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞാൽ എന്നെ പറഞ്ഞ് സന്തോഷിക്കണത് എനിക്കും കൂടി കണ്ട് സന്തോഷിക്കാം. അല്ല, അതിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പിന്നിൽ പറഞ്ഞോളൂ, എന്തായാലും പറഞ്ഞോളൂ. ജഗതി ഹി ബഹു ദുഃഖേ ദുർലഭ പ്രീതിയോഗ, ദുഃഖം ധാരാളം വ്യാപിച്ചിരിക്കുന്ന ഈ ലോകത്തിൽ പ്രീതിയോഗം വളരെ വളരെ ദുർലഭമാണ്. അതുകൊണ്ട് ഞാൻ സന്തോഷിക്കണു. ഇനിയൊരു ചിന്തകൻ പറയാണ്, ദദതു ദദതു ഗാലീഹി ഗാലിമന്തോ ഭവന്തോ വയമപി തദഭാവാ ഗാലിദാനേ അസമർത്ഥാഃ. നിങ്ങൾക്കിങ്ങനെ കുറ്റം പറയാൻ തോന്നുന്നുണ്ടല്ലോ. ഗാലി ഗാലി എന്ന് പറഞ്ഞാൽ കുറ്റം. അപ്പം കുറ്റം പറയുന്ന ആൾ ദദതു ദദതു ഗാലീഹി ഗാലിമന്തോ ഭവന്തോ, ഗാലിയുടെ വലിയ മുതലാളിയാണ് അവർ. അപ്പം അവരുടെ കയ്യിൽ ഈ സ്റ്റോക്ക് ധാരാളം ഉണ്ട്. അതുള്ളത് കൊണ്ട് ഇഷ്ടം പോലെ കുറ്റം പറഞ്ഞോളൂ. ഞങ്ങൾ തിരിച്ചു പറയാൻ പറ്റില്ല. എന്താ കാരണം? ഞങ്ങളുടെ കയ്യിൽ ഈ സ്റ്റോക്ക് ഇല്ല, കുറ്റം പറയാൻ ഞങ്ങൾക്ക് അറിയില്ല. കയ്യിലുള്ളതല്ലേ ഒരാൾ വേറൊരാൾക്ക് കൊടുക്കുള്ളൂ. അപ്പം അങ്ങ് ഗാലിമാനും ഗാലിമത്തുക്കളുമാണ്. അത് എത്ര വേണമെങ്കിൽ പറഞ്ഞോളൂ. ജഗതി വിദിതമേതദ്ദീയതേ വിദ്യമാനഃ നതു ശശകവിഷാണം കോപി കസ്മൈ ദദാതി. ലോകത്തിലെല്ലാവർക്കും അറിയാം, കയ്യിൽ ധാരാളമുള്ളപ്പോഴാണ് ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും അതൊന്ന് കൊടുക്കുക. മുയലിൻ്റെ കൊമ്പ് ആരെങ്കിലും കൊടുത്തതും വാങ്ങിയതുമായിട്ട് നിങ്ങൾക്ക് അറിയാമോ? ഇല്ല. എന്താ അങ്ങനെ ഒരു സാധനം ഇല്ല. അതുപോലെ നിങ്ങൾ ഗാലി സ്റ്റോക്ക് ധാരാളം ഉള്ളവരാ കുറ്റം. അതെടുത്ത് ഇഷ്ടം പോലെ പ്രയോഗിച്ചോളൂ. ഞങ്ങൾ തിരിച്ചു പറയാൻ അർഹരല്ല, ഞങ്ങൾക്ക് സാധിക്കില്ല. ഇതാണ് ആരെങ്കിലും നമ്മളെ കുറ്റോ തെറ്റോ പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് വികസിക്കാനും ആ പറയുന്നത് കേട്ട് അതിനെ സംലയിപ്പിച്ചെടുക്കാനുമുള്ള തത്വവിചാര പദ്ധതി. മനസ്സിലായോ നിങ്ങൾക്ക്? തസ്മാത് വൈരാനുബന്ധേന നിർവൈരേണ ഭയേന വാ സ്നേഹാത് കാമേന വായുഞ്ജ്യാത് കഥഞ്ചിന്നേക്ഷതേ പൃഥക് യഥാ വൈരാനുബന്ധേന മർത്യസ്തന്മയതാമിയാത് ന തഥാ ഭക്തിയോഗേന ഇതി മേ നിശ്ചിതാമതി. നാരദ മഹർഷി യുധിഷ്ഠിരനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. മനസ്സിന് പല വികാരങ്ങളും ഉണ്ടല്ലോ. ആരാ ഈ വികാരങ്ങൾ രചിച്ചത്? മനസ്സ് രചിച്ച ആളാരോ ആ ആൾ തന്നെയാണ് വികാരങ്ങളെയും രചിച്ചിരിക്കുന്നത്. നമ്മുടെ മസ്തിഷ്കം നമ്മൾ ഉണ്ടാക്കിയതല്ല. ഒരളവ് വരെ അത് അമ്മ പ്രസവിക്കുമ്പോൾ കിട്ടിയതാണ്. പിന്നെ പ്രായം ചെല്ലും തോറും ആ മസ്തിഷ്കത്തിൽ നമ്മൾ പലതും കണ്ടും കേട്ടും അനുഭവിച്ചും ആലോചിച്ചും പലതിലും കൂട്ടിച്ചേർത്ത് എത്ര കൂട്ടിച്ചേർത്താലും ഉള്ള കാലുകൊണ്ടേ നടക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഉള്ള ബുദ്ധി കൊണ്ടേ നമുക്ക് വിചാരം ചെയ്യാൻ പറ്റുള്ളൂ. അത് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. അതിലുള്ള വികാരം എന്തായാലും അതിനോട് മല്ലടിക്കാൻ പോണ്ട. പറയാണ് യഥാ വൈരാനുബന്ധേന. വൈരം ഇവിടെ ഉണ്ടായത് എന്താ? ശിശുപാലൻ എന്താ ചെയ്തത്? ആദ്യം മുതൽക്കേ കൃഷ്ണനെ പിടിക്കില്ല. കൃഷ്ണനെ കരിച്ച് സംസാരിക്കുന്നതാണ് ജോലി. അങ്ങനെ വൈരത്തിലൂടെയാണ് ഈ ശിശുപാലൻ ജീവിതം മുഴുവനും ചെലവഴിച്ചിരിക്കുന്നത്. അങ്ങനെ വൈരത്തോടു കൂടി ഭഗവാനോട് ഒരു ബന്ധം വരിക. ഇവിടെ വൈരം ആരോടായിരുന്നു? കൃഷ്ണനോട്. എന്ന് വെച്ചാൽ കൃഷ്ണ പരമാത്മാവിനോട്. ആ വൈരം കൃഷ്ണനോടായതിനാൽ എന്തു ചെയ്തു? ആ വൈരത്തിന് നല്ല ഫലമുണ്ടായി. വൈരഭാവം എങ്ങനെ ഒരു മനുഷ്യനെ ലക്ഷ്യത്തോടു കൂടി കൂട്ടിച്ചേർക്കുമോ? നിങ്ങൾക്കൊരാൾ വൈരമുണ്ടെങ്കിൽ ആ വെറുപ്പ് എപ്പോഴും ഇരിക്കാൻ അനുവദിക്കില്ല. എപ്പോൾ നോക്കിയാലും ആ വൈരം ശക്തിമത്തായി പ്രകടമാവും, ഉജ്ജ്വല ആയിരിക്കും. സ്നേഹം അതുപോലെ ആവില്ല, സൗമ്യമാണ് സ്നേഹം. അപ്പം എപ്രകാരം വൈരാനുബന്ധം മധ്യസ്തന്മയതാമിയാത് മനുഷ്യൻ്റെ മനസ്സിനെയും മനുഷ്യൻ്റെ വ്യക്തിത്വത്തെയും അപ്പുറത്തുള്ളതിനോടുകൂടി യോജിപ്പിച്ച് തന്മയീഭാവം വരുത്തുമോ? അതുപോലെ ന തഥാ ഭക്തിയോഗേന ഇതി മേ നിശ്ചിതാമതി. ഭക്തി അഭ്യസിച്ചത് കൊണ്ടോ പരിശീലിച്ചത് കൊണ്ടോ അതുപോലെ ഒരു താതാത്മ്യം അത്ര പെട്ടെന്ന് ഒരിക്കലും കിട്ടില്ല എന്നാണ് യുധിഷ്ഠിര എൻ്റെ മനസ്സിലുള്ള അഭിപ്രായം, ഉറച്ച അഭിപ്രായം.
നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? ഭഗവാനോട് നിങ്ങൾക്ക് എന്ത് തോന്നലും ആവാം. ഭയപ്പെടണോ ഭയപ്പെട്ടോളൂ, സ്നേഹിക്കണോ സ്നേഹിച്ചോളൂ, വാത്സല്യമാണോ ആയിക്കോട്ടെ. കുറൂരമ്മയ്ക്ക് വാത്സല്യമായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ വാത്സല്യത്തിൻ്റെ അതിരേകത്താൽ എന്ത് ചെയ്തു? ഒരു ദിവസം കൃഷ്ണൻ വന്ന് കുറേ ബുദ്ധിമുട്ടിച്ചു, ജോലി ചെയ്യാൻ വയ്യ. ഒരു കുടത്തിൻ്റെ ഉള്ളിലായിട്ട് അടച്ചു അത്രേ. ആരെ? കൃഷ്ണനെ. കുറൂരമ്മ. എന്നിട്ട് കൃഷ്ണൻ ദേഷ്യപ്പെട്ടോ? പോയോ? പോയില്ലല്ലോ. കുറൂരമ്മയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ ആരെങ്കിലും ഒരാൾ കൃഷ്ണൻ ഭഗവാനെ വെറുക്കുകയാണെങ്കിൽ വെറുക്കുവപ്പാ, പേടിക്കുകയാണെങ്കിൽ പേടിക്കൂ, ദേഷ്യപ്പെടണമെങ്കിൽ ദേഷ്യപ്പെടൂ, നിന്ദാ സഹസ്രനാമം എഴുതിയുണ്ടാക്കി ചൊല്ലിക്കോളൂ, ഒരു വിരോധമില്ല. പക്ഷേ ചൊല്ലുന്നതും പറയുന്നതുമൊക്കെ ഭഗവാനെ സംബന്ധിച്ചാകണം എന്നേ ഉള്ളൂ. ന തഥാ ഭക്തിയോഗേന ഇതിമേ നിശ്ചിതാമതി. ഭക്തി പരിശീലനം കൊണ്ട് ഈ വൈരാനുബന്ധത്താൽ കിട്ടുന്നത്ര എളുപ്പത്തിലും വേഗത്തിലും പൂർണ്ണമായും സായുജ്യം കിട്ടാൻ വിഷമമാണ്. കീട പേശസ്കൃതാരുദ്ധ കുഡ്യായാം തമനുസ്മരൻ സംരംഭഭയയോഗേന വിന്ദതേ തത്സ്വരൂപതാം. നമ്മുടെ ശാസ്ത്രങ്ങളിൽ പല പ്രകാരത്തിലും പലയിടങ്ങളിലും പറയുന്നതാണ് ഈ ഉദാഹരണം. വേട്ടാളൻ എന്നൊരു ജന്തുവുണ്ട്, നിങ്ങൾക്ക് അതിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ആ വേട്ടാളൻ എങ്ങനെ ഉണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ അത് സ്വയം പ്രസവിച്ചുണ്ടാവുന്ന കുട്ടികളല്ല എന്നാണ് പറയുന്നത്. ദിസ് ഈസ് സബ്ജക്റ്റ് ടു സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ. നമ്മുടെ ശാസ്ത്രങ്ങൾ പറയണത് സ്വതവേ തെറ്റാറില്ല. പക്ഷെ എങ്ങാനും തെറ്റിപ്പോയാൽ അത് മനസ്സിലാക്കും വേണം. അത് ഒരു പുഴുവിനെ പിടിച്ചു കൊണ്ടുവന്ന് കൂട്ടിൽ വയ്ക്കും അത്രേ. കൂട്ടിൽ വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്നോ കൊത്തി കൊടുക്കും. അപ്പം ആ പുഴുവിനെ എപ്പോൾ നോക്കിയാലും ഈ വേദനയാണ്. വേട്ടാളൻ അടുത്തുണ്ടാവുകയും ചെയ്യും, ഇടയ്ക്ക് ഒരു കുട്ടു കൊടുക്കും. അപ്പം ഈ വേദനിച്ച് വേട്ടാളിനെക്കുറിച്ച് ആലോചിച്ച് കുഡ്യായാം തമനുസ്മരൻ, നമ്മുടെ ചെമരിൻ്റെ ചില പൊത്തുമൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെയാണ് ഇത് നടക്കാറുള്ളത്. സംരംഭഭയയോഗേന, ഒരു ഭാഗത്ത് വേട്ടാളിനോട് ദേഷ്യം, മറുഭാഗത്ത് ഭയം, ഇത് രണ്ടും കൂടിയിട്ട് വിന്ദതേ തത്സ്വരൂപതാം, ആ വേട്ടാളിനായിത്തീരുമത്രേ ആ പുഴു. ആയിത്തീരും. ഏവം കൃഷ്ണേ ഭഗവതി മായാമനുജയീശ്വരേ വൈരേണ പൂതപാപ്മാനഃ തമാബുഹു അനുചിന്തയ. ഇതുപോലെയാണ് യുധിഷ്ഠിര മഹാരാജാവേ ശിശുപാലനുണ്ടായത്. എപ്പോൾ നോക്കിയാലും കൃഷ്ണനോട് വെറുപ്പ്, വൈരം വെറുപ്പ്. ദേഹം മുഴുവനും ചുടുന്നു, വിറയ്ക്കണു, രക്തത്തിൻ്റെ നിറം വരെ മാറണു. കൃഷ്ണൻ അവനോ ഇതായിരുന്നു ശിശുപാലൻ്റെ മനസ്സ്. അതിനൊരു മൂർച്ചയും ഒരു ശക്തിയും ഒരു തീക്ഷ്ണതയും ഉണ്ടല്ലോ. അതനുസരിച്ച് എന്തായി? ഏവം കൃഷ്ണേ ഭഗവതി മായാമനുജ ഈശ്വരേ വൈരേണ പൂതപാപ്മാനഃ. ആ വൈരബുദ്ധി ശിശുപാലൻ്റെ മനസ്സിനെ പവിത്രമാക്കി തീർത്തു. തമാപു അനുചിന്തയ. എന്നിട്ട് ആ കൃഷ്ണചിന്ത കൊണ്ട്, കൃഷ്ണസ്മരണ കൊണ്ട്, കൃഷ്ണവൈരം കൊണ്ട് കൃഷ്ണനായി തീർന്നു. കൃഷ്ണനിൽ അങ്ങോട്ട് ലയിച്ചു ചേർന്നതാണ്. എത്രയോ ഭക്തന്മാരുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഭഗവാനിൽ പോയി ലയിച്ചു ചേരാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടോ? പൂന്താനം ചോദിച്ചപ്പോൾ ഭാര്യ പോയോ? പോയില്ല. വേറെ ആരെങ്കിലും ചെന്നോ? ചെന്നില്ല. വേല ചെയ്തുകൊണ്ടിരുന്ന ഒരു വേലക്കാരിയാണ് ഞാനും ഉണ്ട് എന്ന് പറഞ്ഞത് കൂടെ പോയത്. അതുപോലെയാണ് നിങ്ങളൊക്കെ. വലിയ ഭക്തന്മാരാന്നുള്ള നടിപ്പും കാര്യങ്ങളും ഉണ്ടാവും. മുണ്ടും മേടിച്ചു കൊടുക്കും, നാരായണ 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 നാരായണ, പടം ഉണ്ടാവും. ഇതൊക്കെ ദേഹത്തിലാണല്ലോ. മനസ്സിനൊരു മുണ്ടുടുക്കും ഞാൻ കാണട്ടെ. കാമാദ്വേഷാദ് ഭയാത് സ്നേഹാത് യഥാ ഭക്തേശ്വരേ മനഃ ആവേശ്യ തദഘം ഹിത്വാ ബഹവസ്തദ്ഗതിം ഗതാഃ. ശിശുപാലൻ മാത്രമല്ല യുധിഷ്ഠിര, എത്രയോ രാജാക്കന്മാർ കാമാത് ദ്വേഷാത് ഭയാത് സ്നേഹാത് യഥാ ഭക്തേശ്വരേ മനഃ, പൂജിച്ച് ആരാധിച്ച് സ്തുതിച്ച് നാമം ജപിച്ച് കീർത്തനം ചെയ്ത് പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ. അതുപോലെ തന്നെ കാമാത് കാമം കൊണ്ട്, ദ്വേഷം കൊണ്ട്, ഭയം കൊണ്ട്, സ്നേഹം കൊണ്ട്, ആവേശ്യ തദഘം ഹിത്വാ, മനസ്സിനെ ഈശ്വരനിൽ ആവേശിപ്പിച്ച് നിർത്തി തൻ്റെ പാപങ്ങളെല്ലാം ഹനിച്ച് ബഹവ തദ്ഗതിം ഗതാഃ
അനവധി ആൾക്കാർ ഈശ്വരനുമായി തന്മയത്വം പ്രാപിച്ചിട്ടുണ്ട് യുധിഷ്ഠിര മഹാരാജാവേ. അതിന് ഉദാഹരണം വേണോ? ഭാഗവതത്തിൽ നോക്കിയാൽ മതി. ഗോപ്യകാമാത് ഭയാത് കംസോ ദ്വേഷാച്ചൈദ്യാദയോ നൃപാഃ സംബന്ധാത് വൃഷ്ണയ സ്നേഹാത് യൂയം ഭക്ത്യാ വയം വിഭോ. ഞാൻ ഈ ശ്ലോകം പറഞ്ഞാൽ നിങ്ങൾ ഏറ്റു പറയോ? ഈ ഒരു ശ്ലോകം കാതലാണപ്പാ. എല്ലാവരോടും നിങ്ങൾ പറയണം, കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഗോപ്യഃ കാമാത് ഭയാത് കംസോ. എന്താ എല്ലാവരും പറയാതെ? എനിക്ക് സങ്കടമാണ്, മടിയാണത്. ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ ശുദ്ധമാക്കാനാണ്. ഭഗവാനോടുകൂടി ഉല്ലസിച്ച് കളിക്കാറാവണം നിങ്ങൾക്ക് എന്നുള്ള വിചാരത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ അതിലൊരു അനുസരണശീലം കൊണ്ടു നടന്നില്ല എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഒന്ന് പറയും. ഗോപ്യഃ കാമാത് ഭയാത് കംസഃ ദ്വേഷാത് ചൈദ്യാദയോ നൃപാഃ സംബന്ധാത് വൃഷ്ണയഃ സ്നേഹാത് യൂയം ഭക്ത്യാ വയം വിഭോ. ഇനി ഞാൻ ചൊല്ലുന്നത് കേട്ടോളൂ. ഗോപ്യകാമാത് ഭയാത് കംസോ ദ്വേഷാച്ചൈദ്യാദയോ നൃപാഃ സംബന്ധാത് വൃഷ്ണയ സ്നേഹാത് യൂയം ഭക്ത്യാ വയം വിഭോ. ഓ, ഇങ്ങനെ ഒരു പ്രസ്താവന എനിക്ക് തോന്നുന്നു ലോകത്തിലുള്ള ഒരു ശാസ്ത്രങ്ങളിലും നിങ്ങൾ വേറെ കാണില്ല. മനസ്സിനെ അങ്ങോട്ട് തുറന്ന് നിങ്ങളുടെ മുൻപിൽ പരവതാനി പോലെ വിരിച്ചു വയ്ക്കുകയാണ് വ്യാസമഹർഷി ചെയ്യുന്നത്. ഗോപികൾക്കുണ്ടായത് എന്താ? പാവം കാമം. കംസനുണ്ടായതോ പേടി, ഭയം. ശിശുപാലനും ദന്തപത്രനുമോ വെറുപ്പ്, വൈരം. വൃഷ്ണികുലത്തിലുള്ളവർക്കെല്ലാം കൂടെ പിറന്നവൻ കുലത്തിൽ പെട്ടവൻ എന്ന് പറഞ്ഞ് കുലജൻ എന്നുള്ള ഒരു സംബന്ധമാണ്. സ്നേഹാദ്യൂയം. യുധിഷ്ഠിരനും സഹോദരന്മാർക്കുമൊക്കെ കൃഷ്ണനോട് സ്നേഹമാണ്. ഭക്തിയാവയം വിഭോ. ഞങ്ങളെപ്പോലെയുള്ള മഹർഷിമാർക്കാണ് വാസ്തവത്തിൽ ഭക്തി. കേൾക്കുന്നുണ്ടോ കൂട്ടരെ? നിങ്ങൾ വിചാരിക്കും നമ്മളൊക്കെ ഭക്തന്മാരാണ്. നാരദ മഹർഷി എപ്പോൾ നോക്കിയാലും വേറെ ഒരു താല്പര്യമോ മനസ്സോ നോട്ടമോ ഒന്നുമില്ലാതെ വീണമീട്ടി അങ്ങനെ ഭഗവാന്റെ കീർത്തനങ്ങൾ പാടി നടക്കുക. അവർക്കാണ് ഭക്തി. ഭക്തിയുള്ള മനസ്സ് വേറെ ഒന്നിനും ചിന്തിക്കില്ല, അഭിലഷിക്കില്ല. ഭക്തി എന്ന് പറയുന്നത് തന്നെ മനുഷ്യൻ്റെ മനസ്സിനെ സന്തോഷം കൊണ്ട് നിറയ്ക്കുന്നതാണ്, നുണപ്പിക്കുന്നതാണ്, രസിപ്പിക്കുന്നതാണ്. ഭക്തി നിങ്ങളുടെ മനസ്സിൽ ശരിക്ക് പ്രവേശിച്ചോ, എപ്പോൾ നോക്കിയാലും ആനന്ദം, ആഹ്ലാദോന്മത്തത. അത് വരുന്നവരെ ഭക്തി ആവുന്നില്ല. ഭക്തി എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ രണ്ടാമത് ചിന്തിക്കണ്ട. അതിനൊരു പുഷ്പം വേണ്ട, ഒരു തേവാരം വേണ്ട, ഒരു മന്ത്രമോ ജപമോ തപമോ യാതൊന്നും വേണ്ട. ഭക്തി മാത്രം മതി മനസ്സിലങ്ങോട്ട് നിറയുക. എന്താണ് ഈ ഭക്തി? യയാ സംലഭതേ രതിം. ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഭാഷയിൽ രതി സുഖം നമുക്കുണ്ടാവുന്നു. ഭഗവാനോട് രതി തോന്നും നമുക്ക്. ആ രതിസുഖം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഗോപ്യകാമാത് ഭയാത് കംസോ ദ്വേഷാച്ചൈദ്യാദയോ നൃപാഃ സംബന്ധാത് വൃഷ്ണയ സ്നേഹാത് യൂയം ഭക്ത്യാ വയം വിഭോ. കഥമോ വിനവേന സ്യാത് പഞ്ചാനാം പുരുഷം പ്രതി തസ്മാത് കേനാപ്യുപായേന മനഃകൃഷ്ണേ നിവേശയേത്. യുധിഷ്ഠിരൻ പറഞ്ഞ ഈ വേനനുണ്ടല്ലോ, അവൻ ഈ ഒരു ഗ്രൂപ്പിലും പെടാത്തവനാ. അതുകൊണ്ട് അവനെങ്ങനെയാ ശിശുപാലന് കിട്ടിയിട്ടുള്ള ആ ഗതി കിട്ടുക? വേനൻ ഭഗവാനെ വെറുത്തുമില്ല, സ്നേഹിച്ചുമില്ല, ഭയപ്പെട്ടുമില്ല, ആരാധിച്ചുമില്ല. എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യണം, എന്തു വേണമെങ്കിൽ ചെയ്തോളൂ, പക്ഷെ അതിൻ്റെ പാത്രം ഭഗവാനാവണം. ഈ തൃശ്ശൂരിൽ കുമാരി എന്ന് പറഞ്ഞിട്ടൊരു ഭക്തി ഉണ്ടായിരുന്നു. അവരിപ്പോൾ
മകളുടെ കൂടെ മദ്രാസിലാണ്, നല്ല പോലെ പാടും, ഇവിടെയൊക്കെ വന്ന് പാടിയിട്ടുണ്ട്. ഒരു ദിവസം അവരെന്നോട് പറയുക, സ്വാമിജി എനിക്ക് എന്തൊക്കെ ആയാലും എത്ര നന്നായിട്ട് പാടുന്നറിയാമോ? എൻ്റെ മനസ്സിനൊരു സന്തോഷമില്ല. എന്താ കുമാരി ഇങ്ങനെ പറയണത്? ഇത്ര നന്നായി പാടുന്നുണ്ട്, ഭക്തി ഉണ്ടെന്ന് എല്ലാവർക്കും തോന്നുന്നു, എന്നാലും എന്താ അങ്ങനെ പറയണേ? ഇനി ഞാനൊരു കാര്യം പറയട്ടെ. കുമാരിക്ക് തൻ്റെ കയ്യിലുള്ള ആ സ്വത്തുണ്ടല്ലോ, അതിൻ്റെ വില അറിയാതെ ഈ കഴുതയുടെ മുകളിൽ സ്വർണം കെട്ടി വെച്ച് അങ്ങോട്ട് നടത്തിച്ച ആ സ്വർണത്തിൻ്റെ വില അതറിയോ? ഭാരം മാത്രമല്ലേ അറിയുള്ളൂ. അപ്പോൾ ഭക്തി ഉണ്ട് എന്നുള്ളത് മനസ്സിലാവാതെയാണ്. അതുകൊണ്ട് ഒരു മാസം പൂജ സർവ്വതും മുടക്കിയിരിക്കുമെന്ന് പറഞ്ഞാൽ ചെയ്യരുത് പൂജ എന്ന് കേട്ടപ്പം ഞെട്ടി. എന്നാലേ എന്നോടുള്ള ഭക്തിയും വിശ്വാസവും കൊണ്ട് ഒരു മാസം പൂജ ചെയ്യാതെയിരുന്നു. അപ്പോളേ പൂജ ചെയ്യുന്നതിൻ്റെ മഹത്വം മനസ്സിലായിരുന്നു. ഇപ്പം അവർ ആ നിലയൊക്കെ വിട്ട് പാട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയി വേറെ മേപ്പെട്ട് പോയി കഴിഞ്ഞു. അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഭക്തി എന്ന് പറഞ്ഞാൽ അത് സ്വയം രസിപ്പിക്കുന്നതാണ്, ആഹ്ലാദിപ്പിക്കുന്നതാണ്, സന്തോഷിപ്പിക്കുന്നതാണ്. അതൊരു ധനമാണ്, ഒരു നിധിയാണ്. തസ്മാത് കേനാപ്യുപായേന മനഃകൃഷ്ണേ നിവേശയേത്. എന്തെങ്കിലും ഒരു ഉപായം പ്രയോഗിച്ച് മനസ്സിനെ കൃഷ്ണനിൽ അഭിനിവേശിപ്പിക്കണം, അതാണ് ആവശ്യം. മാതൃശ്വസ്ത്രയോ വശ്യ ഇദ്യോ ദന്തവക്ത്രശ്ച പാണ്ഡവ പാർഷദ പ്രവരൗ വിഷ്ണോ വിപ്രശാപാത് പദാച്യുതൗ. ഈ ശിശുപാലനും ദന്തഭക്തനും ഉണ്ടല്ലോ, അവർക്ക് വലിയൊരു പൂർവ്വപീഠിയുണ്ട്. അവർ നമ്മൾ വിചാരിക്കുന്നത് പോലെ വെറും കൃഷ്ണനെ വെറുക്കുന്നവരായിരുന്നില്ല. അവരുടെ പിന്നിൽ വലിയൊരു പശ്ചാത്തലമുണ്ട്. വൈകുണ്ഠത്തിൽ പാർഷദന്മാരായിരുന്നു, ഗേറ്റ് കീപ്പേഴ്സ് ആയിരുന്നു ഇവർ. സെക്യൂരിറ്റിയൊക്കെ അവരുടെ കയ്യിലാണ്. പാർഷദ പ്രവരൗ വിഷ്ണോ വിപ്രശാപാത് പദാച്യുതൗ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? വൈകുണ്ഠത്തിൻ്റെ ദ്വാരപാലന്മാരായിരുന്നു ഇവർ രണ്ടുപേരും. അപ്പോൾ വൈകുണ്ഠത്തിലെ ദ്വാരപാലന്മാർ എങ്ങനെയാണ് ഇങ്ങനെ ശിശുപാലനും ദന്തഭക്തനുമായിട്ട് ജനിച്ചത്? വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ എന്താ? അവിടെയുള്ളവർക്ക് രണ്ടാമത് ജനിക്കേ? അയ്യോ, യുധിഷ്ഠിരൻ അത് പറഞ്ഞപ്പോൾ ചോദിക്കുകയാണ്, വിപ്രശാപാത് പദാച്യുതു. അവരെ വിപ്രന്മാർ ശപിച്ചു. ശപിച്ചപ്പോൾ താഴത്ത് വന്ന് ജനിച്ചതിൽ പെട്ടതാണ് ഈ ശിശുപാലനും ദന്തഭക്തനും. അയ്യോ, വൈകുണ്ഠത്തിലുള്ളവർക്ക് ബ്രാഹ്മണരുടെ ശാപം ഏറ്റുവന്നോ? ഇതെന്താ അത് കഥാപ്പ? കീദൃശക്കസ്യ വാ ശാപോ ഹരിദാസാഭിമർശന അശ്രദ്ധേയൈവാഭാതി ഹരേരേകാന്തിനാം ഭവ. എന്താ ഈ പറയണത് നാരദ മഹർഷേ? ഒരു ചുക്കും ചുണ്ണാമ്പും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ. കീദൃശ കസ്യ വാ ശാപോ, അവർക്ക് ശാപം എങ്ങനെയുണ്ടായി? ആരുടെ ശാപം ഉണ്ടായത്? ഹരിദാസാഭിമർശന. പരമകല്യാണ നിധിയായിരിക്കുന്ന സച്ചിദാനന്ദമൂർത്തിയായ മഹാവിഷ്ണു, ആ മഹാവിഷ്ണുവിൻ്റെ വൈകുണ്ഠത്തിൽ ദ്വാരപാലന്മാരായിരിക്കുന്നവർക്ക് വിപ്രശാപം ഏറ്റു എന്ന് പറയുമ്പോൾ, അപ്പോൾ ഈ വൈകുണ്ഠം നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ലാന്നുണ്ടോ? മഹാവിഷ്ണുവിന് ശക്തി പോയി എന്നുണ്ടോ? എന്താ അതിൻ്റെ അർത്ഥം? ഞങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? സംശയം തോന്നുകയാണ്. അശ്രദ്ധേയൈവാഭാതി ഹരേരേകാന്തിനാം ഭവ. എല്ലാം വിട്ട് വൈകുണ്ഠത്തിൽ പോയി ഏകാന്ത ഭക്തിയോടുകൂടി മഹാവിഷ്ണുവിനെ മാത്രം നനച്ചുകൊണ്ട് അദ്ദേഹത്തിന് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പോലും ഇങ്ങനെ ഗതി വന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ദേഹേന്ദ്രിയാസുഹീനാനാം വൈകുണ്ഠപുരവാസിനാം ദേഹസംബന്ധം ഏതദാഖ്യാതുമർഹസി. ഇനിയും ജന്മമുണ്ടാവാനുള്ള കാരണങ്ങളൊക്കെ നീക്കി തുടച്ചു മാറ്റിയതിന് ശേഷം മനസ്സ് ശുദ്ധമായി പവിത്രമായി ഏകാന്ത ഭക്തി മുഴുവനാവുമ്പോഴാണല്ലോ ഈ വൈകുണ്ഠത്തിലേക്ക് പോകുന്നത്. അവിടെ പോയതിന് ശേഷവും പിന്നെയും ദേഹത്തോടു കൂടി ബന്ധപ്പെടേണ്ടി വന്നു എന്ന് പറയണത് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. നോക്കൂ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. നാരദൻ പറയാണ്, ഏകദാ ബ്രഹ്മണപുത്ര വിഷ്ണോർലോകം യദൃച്ഛയാ സനന്ദനാദയോ ജഗ്മുഹു ചരന്തോ ഭുവനത്രയം. സനകാദികളുണ്ട്. ആ സനകാദികൾ സനകൻ, സനന്ദനൻ, സനത്കുമാരൻ, സനത്സുജാതൻ, ഇവരെ നിത്യബ്രഹ്മചാരികൾ എന്നാണ് പറയുക. കണ്ടാൽ ഒരു 5-6 വയസ്സ് പ്രായമേ ഉള്ളൂ. എന്നാലോ അങ്ങേയറ്റത്തെ മഹാജ്ഞാനികളും
ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവരുമാണ്. അവരെല്ലാ സ്ഥലത്തും ഒരു തടസ്സമില്ലാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം അവർ വൈകുണ്ഠത്തിലേക്ക് ചെന്നു. ദിഗ്വാസശിശൂന്മത്വ ദ്വാസ്ഥൗ താൻ പ്രത്യഷേദതാം പഞ്ചഷഡ്ഢായനാർഭാഭാ പൂർവേഷാമപി പൂർവജാ. ആദിയിലുള്ളത് ആരോ അവർക്ക് മുമ്പുള്ളവരാണ് അവർ. അങ്ങനെയുള്ളവർ ഒരു നൂൽ ബന്ധമില്ലാതെ 5-6 വയസ്സ് പ്രായമായി ഇങ്ങനെ നടക്കും. അവരെ കുട്ടികളാണെന്ന് വിചാരിച്ച് ദ്വാരപാലന്മാർ തടുത്തു നിർത്തിയത്രേ. എടോ, ഇങ്ങോട്ട് കിടക്കരുത്, ഇത് വൈകുണ്ഠ, നിങ്ങളെപ്പോലെയുള്ള കുട്ടികൾക്കുള്ള സ്ഥലമല്ലാതെ നിർത്തണമുണ്ട്, ഇപ്പോൾ കിടക്കാൻ പറ്റില്ല പറഞ്ഞ് തടുത്തപ്പോൾ ആരെയാ തടുത്തത്? ഏത് പൊത്തിൻ്റെ ഉള്ളിൽ ഏത് പാമ്പായിരിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറയും. സാധാരണ അവർ തടുത്താൽ കേൾക്കുന്നവരേ ഉള്ളൂ. ഈ വന്നവർ അവർക്ക് തടുക്കാവുന്നവരല്ല. മഹാവിഷ്ണുവിൻ്റെ പ്രസിദ്ധി പോലും ഈ സനകാദികൾ മൂലമാണ് എന്ന് മഹാവിഷ്ണു തന്നെ പറയണു. അങ്ങോട്ട് ചെന്നപ്പോൾ എൻ്റെ ദ്വാരപാലന്മാർ ചെയ്ത തെറ്റ് വാസ്തവത്തിൽ എൻ്റെ തെറ്റാണ്. അവർക്ക് കൊടുത്ത ശിക്ഷ നന്നായി. നിങ്ങളെപ്പോലെയുള്ളവരുടെ ജീവിതം കൊണ്ടും പ്രയത്നം കൊണ്ടും പ്രചാരം കൊണ്ടുമാണ് എനിക്കുള്ള പ്രസിദ്ധി എന്നൊക്കെ മഹാവിഷ്ണു അവരെ പറഞ്ഞ് സ്വാഗതം ചെയ്ത് ക്ഷമയാചിക്കുന്നുണ്ട്. ഇങ്ങനെ മഹാവിഷ്ണുവിനെ ഒരു ഭാഗത്ത് നിർത്തി, ജയവിജയന്മാരെ ഇപ്പുറത്ത് നിർത്തി, സനകാദികളെ അപ്പുറത്ത് കൊണ്ടുവന്ന് ഒരു സംവാദം രചിച്ച് തത്വങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയണത് പരമഹംസന്മാർക്കേ ചെയ്യാൻ പറ്റുള്ളൂ, വേദവ്യാസ മഹർഷിക്കേ പറ്റുള്ളൂ. അതുപോലെയുള്ളവർക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കാനും അതുപോലെയുള്ള പരമഹംസ പദത്തിൽ ഉള്ളവർ വേണം. അശപൻ കുപിത ഏവം യുവാം വാസം ന ചാർഹത രജസ്തമോഭ്യാം ഗഹിതേ പാദമൂലേ മധുദ്വിഷ പാപിഷ്ഠാം ആസുരീം യോനിം ബാലിശൗ യാതമാശ്വത. നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടം തോന്നുന്നുണ്ടോപ്പാ? ഉവ്വ. മനസ്സിൻ്റെ ചരിത്രമാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. അവിടെ ചെന്ന് തടുത്തു നിർത്തിയപ്പോൾ അവരാണ് ശപിച്ചത്. നോക്കൂ, ഇത് വൈകുണ്ഠമാണ്. ഇവിടെ വരുന്നവരെ രജസ്തമോഭ്യാം രഹിതേ പാദമൂലേ മധുദ്വിഷ. ഇവിടെ വരുന്നവർക്ക് രജോ ഗുണവും തമോ ഗുണവും ഉണ്ടാവരുത്. അതൊക്കെ സത്വഗുണത്തിൽ മുങ്ങിപ്പോയി പരിപൂർണമായ പവിത്രത വന്നവരാണ് വൈകുണ്ഠത്തിലേക്ക് വരിക. ആ വൈകുണ്ഠത്തിൽ വന്നവരെ ഞങ്ങളെപ്പോലെയുള്ളവർ പോകുമ്പോൾ സ്വാഗതം ചെയ്ത് പ്രത്യേകമായി മഹാവിഷ്ണുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോവുക ചെയ്യുക. നിങ്ങൾ ചെയ്തതെന്താ? കിടക്കരുതെന്ന് പറഞ്ഞു. അപ്പം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എത്രത്തോളം അപവിത്രതയും അജ്ഞാനവുമുണ്ട്. നല്ലവരെ പോലും തടുത്തു നിർത്തുന്ന ഒരു ദുഷ്കൃത്യമാണ് നിങ്ങൾ ചെയ്തത്. ഇത് ഈ വൈകുണ്ഠത്തിനോ വൈകുണ്ഠാധിപതിക്കോ ചേരുന്നതല്ല. ഇത് പറയാൻ ഞങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും താഴത്ത് പോയി പാപയോനികളിൽ ജനിക്കൂ എന്ന് പറഞ്ഞ് ശപിച്ചു. രജസ്തമോഭ്യാം രഹിതേ പാദമൂലേ മധുദ്വിഷ പാപിഷ്ഠാമാസുരീം യോനിം ബാലിശൗ യാതമാശ്രിത ഏവം ശപ്തൗ സുഭവനാത് പതന്തൗ തൈഃ കൃപാലുഭിഃ പ്രോക്തൗ പുനർജന്മഭിർവാം ത്രിഭിർലോകായ കൽപ്പതാം. അവരങ്ങ് ശപിച്ചിട്ട് പോകുന്ന സമയത്ത് അവരുടെ മനസ്സിന് വിഷമം തോന്നും. അയ്യോ, ഞങ്ങളിങ്ങനെ ചെയ്തുല്ലോ, അപ്പാ അവരെ തടുക്കാൻ പാടില്ലാത്തതായിരുന്നു അല്ലേ, ഞങ്ങൾക്ക് മനസ്സിലായില്ല. കണ്ണുകൊണ്ട് കാണാനേ ഞങ്ങൾക്ക് പറ്റിയുള്ളൂ. കണ്ടപ്പോൾ 5-6 വയസ്സ് കുട്ടികളാണ്. അവർക്കെന്താ ഈ വൈകുണ്ഠത്തിൽ പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നിടത്ത് വല്ല ആവശ്യമുണ്ടോ എന്ന് വിചാരിച്ച് ഞങ്ങൾ തടുത്തതാണ്. അത് ശരിയല്ല. നമ്മൾ വിചാരിക്കുന്നതിലൊക്കെ എത്രയോ മേലെയുള്ളവരാണ് വന്നത്. അവരെ കാണുന്നത് തന്നെ ഒരു ഭാഗ്യമായിരുന്നു. അതിന് പകരപ്പം കിട്ടിയത് ശാപ. അയ്യോ അയ്യോ, ഞങ്ങളെ ശാപമോക്ഷം തരണേ, പാപയോനികൾ കഴിഞ്ഞുകൂടാൻ ഞങ്ങൾക്ക് പറ്റില്ലേ. അതുകൊണ്ട് ശപിച്ചവർ തന്നെ ശാപമോക്ഷം വേണം എന്ന് പറഞ്ഞു. പതന്തൗ തൈഃ കൃപാലുഭിഃ പ്രോക്തൗ പുനർജന്മഭിർവാം ത്രിഭിർലോകായ കൽപ്പതാം. ശരി, 3 ജന്മം നിങ്ങൾ പാപയോനികളിൽ ജനിച്ചാൽ മതി. അത് കഴിഞ്ഞ് ശുദ്ധമായിട്ട് ഇങ്ങോട്ട് വന്നോളൂ. ജജ്ഞാതേ തൗദിതേ പുത്രൗ ദൈത്യദാനവവന്ദിതൗ ഹിരണ്യകശിപുർജ്യേഷ്ഠോ ഹിരണ്യാക്ഷോ അനുജസ്തതഃ. ആ 2 പേരാണ് 3 ജന്മം ഇവിടെ എടുത്തിരിക്കുന്നത്.
ദൈത്യദാനവവന്ദിതൗ ഹിരണ്യകശിപുർജ്യേഷ്ഠോ ഹിരണ്യാക്ഷോ അനുജസ്തതാ. ഒരാൾ ഹിരണ്യകശിപുവും ഒരാൾ ഹിരണ്യാക്ഷനും, രണ്ട് സഹോദരന്മാർ. ഹതൗ ഹിരണ്യകശിപു ഹരിണാ സിംഹരൂപിണ ഹിരണ്യാക്ഷോധരോദ്ധാരെ ബിഭ്രത സൗകരം വപു. അതിൽ ഹിരണ്യകശിപുവിനെ നരഹരി വധിച്ചു. ഹിരണ്യാക്ഷനെയും മഹാവിഷ്ണു വരിക്കുകയുണ്ടായി വരാഹരൂപത്തിൽ. ഹിരണ്യകശിപു പുത്രം പ്രഹ്ലാദം കേശവപ്രിയം ജിഘാംസു അകരോജ്ഞാന യാതന മൃത്യുഹേതവേ. ഈ ഹിരണ്യകശിപു അസുരയോനിയിൽ വന്ന് ജനിച്ചുവല്ലോ, എന്നിട്ട് കാണിച്ചതോ കേൾക്കേണ്ടതാണ്. മനുഷ്യൻ്റെ മനസ്സ് എത്ര കണ്ട് അധപ്പതിക്കാം, എത്ര കണ്ട് കഠിനമാകാം, രൂക്ഷമാകാം, തീക്ഷ്ണമാകാം. സ്വന്തം കുട്ടിയുടെ നേരെ പോലും വെറുപ്പ് വന്നു തുടങ്ങിയാൽ അത് പിടിച്ചാൽ നിൽക്കില്ല. താൻ ആര്, മറ്റേ ആൾ ആര്, ഇങ്ങനെയൊന്നും ചിന്തിക്കാതെ വലിയ വലിയ ദുരിതം ചെയ്യിക്കുന്നതാണ് നമ്മുടെ മനസ്സ്. സൂക്ഷിച്ചിരിക്കണം. ആ ഹിരണ്യകശിപു സ്വന്തം പുത്രനെ പ്രഹ്ലാദം കേശവപ്രിയം, ആ പുത്രൻ ആരാ? കേശവപ്രിയം. സച്ചിദാനന്ദ സ്വരൂപിയായിരിക്കുന്ന മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട കണ്ണിലുണ്ണിയാണ് ആ പ്രഹ്ലാദനെ. ജിഘാംസു അകരോജ്ഞാന യാതന മൃത്യുഹേതവേ. അവനെ കൊല്ലാൻ വേണ്ടി എന്തൊക്കെയാപ്പാ ചെയ്തത്, ഒരു കണക്കില്ല. സർവഭൂതാത്മഭൂതം തം പ്രശാന്തം സമദർശനം ഭഗവത് തേജസാ സ്പൃഷ്ടം നാശക്നോത് ഹന്തുമുദ്യമൈ. നിങ്ങൾ ലോകത്തിൽ പല വിധത്തിലുള്ള ശത്രുതയും പീഡനവും ഒക്കെ അനുഭവിച്ച കഥ നിങ്ങൾ കേൾക്കാം, അല്പസ്വല്പം നിങ്ങൾക്കും ഉണ്ടാവും. പക്ഷേ ഒരച്ഛൻ മകനെ കൊല്ലാൻ വേണ്ടി പലതരത്തിലുള്ള കെണികളും ഏർപ്പെടുത്തിയെന്ന് കേട്ടിട്ടുണ്ടാവില്ല. ഇവിടെ നടന്നതാ. ആരെയാ കൊല്ലാൻ പുറപ്പെട്ടത്? സർവഭൂതാത്മഭൂതം തം പ്രശാന്തം സമദർശനം. ഏത് കുട്ടിയായി കൊല്ലാൻ പുറപ്പെട്ടത്? സർവഭൂതാത്മഭൂതാവാ. ആ കുട്ടിയുടെ മനസ്സിൽ എപ്പോൾ നോക്കിയാലും എല്ലാ ജീവജാലങ്ങളോടും ഒരു വാത്സല്യം, സ്നേഹമുണ്ടായിരുന്നു കുട്ടിക്കാലം മുതൽക്ക് തന്നെ. ഹരിഭക്തനാ. എപ്പോൾ നോക്കിയാലും ഹരി ഹരി എന്നേ പറയുള്ളൂ. എല്ലാവരെയും ഒരുപോലെ ശ്രീഹരിയുടെ പ്രകടനമായി കാണും. ഭഗവത് തേജസാ സ്പൃഷ്ടം. അതിൻ്റെ കാരണത്താൽ, ഈശ്വര തേജസ്സിനാൽ നല്ല പോലെ ആലിംഗനം ചെയ്യപ്പെട്ട ഒരു കുട്ടിയായിരുന്നു ആ കുട്ടി. നാശക്നോത് അന്തുമുദ്യമൈ. പഠിച്ച പണിയൊക്കെ നോക്കിയിട്ടും ആ പുത്രനിൽ ഒരു രോമം പോലും ചാഞ്ഞില്ല എന്നാണ് പറയുന്നത്. തതസ്തൗ രാക്ഷസൗ ജാതൗ കേശിന്യാം വിശ്രവസ്സുതൗ രാവണ കുംഭകർണശ്ച സർവലോകോപതാപനൗ. ആ ജന്മം അങ്ങനെ കഴിഞ്ഞു. പിന്നെ അവർക്കുണ്ടായത് രാവണനും കുംഭകർണനുമായിട്ടുള്ള ജന്മമാണ്. അവരുടെ കഥ നിങ്ങൾക്ക് പലർക്കും അറിയാം. തത്രാഭിരാഘവോ ഭൂത്വ ന്യഹനത് ശാപമുക്തയെ രാമവീര്യം ശ്രോഷ്യസിത്വം മാർക്കണ്ഡേയ മുഖാത് പ്രഭോ. രാവണനെ കൊന്നത് ശ്രീരാമനാണ്. ആ വൃത്താന്തം മാർക്കണ്ഡേയനിൽ നിന്ന് രാജാവേ അങ്ങയ്ക്ക് കേൾക്കാം. താവേവ ക്ഷത്രിയൗ ജാതൗ മാതൃശ്വസ്രാത്മജൗ തവ അധുനാ ശാപനിർമുക്തൗ കൃഷ്ണചക്രഹതാംഭസൗ. ആ കൂട്ടർ തന്നെയാണ് ഇപ്പം ശിശുപാലനും ദന്തഭക്തനുമായി അങ്ങയോട് രക്തബന്ധമുള്ള കൂട്ടരായി വന്ന് ജനിച്ചത്. അവരെയാണ് കൃഷ്ണൻ ഈ ചക്രം കൊണ്ട് കൊന്നത്. വൈരാനുബന്ധ തീവ്രേണ ധ്യാനേന അച്യുതസാത്മതാം നീതൗ പുനർഹരേ പാർശ്വം ജഗ്മതുർ വിഷ്ണുപാർഷദൗ. എന്തിനാ കൃഷ്ണൻ കൊന്നത്? കൊന്നപ്പോൾ എന്തുകൊണ്ടാണ് തേജസ് പുറപ്പെട്ടത്? എല്ലാവരും കാണെ സഞ്ചരിച്ച് കൃഷ്ണൻ്റെ ഉള്ളിൽ ലയിച്ചു ചേർന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ശാപം കഴിഞ്ഞു, തെറ്റു തീർന്നു, അവർക്ക് പൂർവ്വസ്ഥിതി വരണം എന്ന് വിചാരിച്ച് കൃഷ്ണൻ തന്നെ മനഃപൂർവ്വം ചെയ്തതാണത്. വൈരാനുബന്ധ തീവ്രേണ ധ്യാനേന അച്യുതസാത്മതാം നീതൗ. അവരുടെ മനസ്സിലുണ്ടായിരുന്നത് വൈരം എന്ന് പറയുന്ന ഭാവമാണ്. വൈരഭാവമാണെങ്കിലും അത് പ്രയോഗിച്ചത് കൃഷ്ണ പരമാത്മാവിലായിരുന്നു. ആ പ്രയോഗിച്ചത് ഭഗവാനിലായതുകൊണ്ട് അവർക്ക് എന്തു വന്നു? ആ വൈരം തന്നെ ഒരു ധ്യാന രൂപത്തിലുള്ള ഒരു പ്രവാഹമായി തീർന്നു. അച്യുതസാത്മതാം. അതോടുകൂടി അച്യുതൻ, ച്യുതിയില്ലാത്ത ഈശ്വരനോട് കൂടി
അവർക്ക് യോജിക്കാൻ സാധിച്ചു. യുധിഷ്ഠിര ഉവാച വിദ്വേഷോ ദൈതേ പുത്രേ കഥമാസീൻ മഹാത്മനി ബ്രൂഹി മേ ഭഗവന്യേന പ്രഹ്ലാദസ്യ അച്യുതാത്മത. നോക്കൂ, ഇങ്ങനെയാണല്ലോ ഈ ശാസ്ത്രം പറയുമ്പോൾ ഒരു കാര്യം പറയും, അതോട് ബന്ധപ്പെട്ട ഒരു ചരിത്രം അവതരിപ്പിക്കും. ആ ചരിത്രം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ മുന്നും പിന്നും ഒക്കെ പറഞ്ഞു കേൾപ്പിക്കും. അവിടെയും എന്തെങ്കിലും ചോദ്യവും സംശയവും വരുമ്പോൾ അങ്ങനെയാണ് ഈ നീണ്ടുപോകുന്നത്. പടക്കളത്തിൽ വെച്ച് പോലും കൃഷ്ണൻ അർജുനന് പെട്ടെന്നുള്ള ഉപദേശമായിരുന്നു. ഭീഷ്മനെയും ദ്രോണനെയും കണ്ടപ്പോൾ സപ്തനാഡിയും തളർന്നു. ഇവരോട് ഞാൻ എങ്ങനെയാ പടപൊരുതുക? എൻ്റെ മുത്തശ്ശൻ എന്നെ എടുത്ത് വളർത്തിയവൻ, ചോറ്റൂരുള്ള തന്ന് ഉരുട്ടി തന്ന് എന്നെ വളർത്തിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിനോട് എനിക്ക് സ്നേഹവും ആദരവും ബഹുമാനമേ ഉള്ളൂ. മുത്തശ്ശന് എന്നോടോ വാത്സല്യം മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ തമ്മിൽ യാതൊരു ശത്രുതയുമില്ല. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ഈ പടപൊരുതുക? സാധിക്കില്ലല്ലോ. ദ്രോണൻ എൻ്റെ ആചാര്യനാണ്. അദ്ദേഹം പറഞ്ഞു തന്ന കലയും മിടുക്ക് എൻ്റെ കയ്യിലുള്ളൂ, അസ്ത്രശസ്ത്രവിദ്യ. അത് അദ്ദേഹത്തിൻ്റെ തന്നെ പ്രയോഗിക്കണം എന്ന് പറഞ്ഞാൽ ഇത് ആരെങ്കിലും കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ടോ? എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് തളർന്നു നിന്നപ്പോൾ പെട്ടെന്ന് കൃഷ്ണൻ ഉപദേശിക്കാൻ തുടങ്ങി. ഉപദേശിച്ചത് ആത്മതത്വമാണ്. ഈ ഭാഗവതം ഉടനീളം പറയുന്ന ആത്മതത്വമാണ്. അതിൽ 2-ാമത്തെ അധ്യായത്തിലെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് ഏഷാ ബ്രാഹ്മി സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാസ്യാം അന്തകാലേപി ബ്രഹ്മനിർവാണമൃച്ഛതി എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പോൾ അർജുനൻ ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ അതിന് മറുപടി പറഞ്ഞു. അങ്ങനെ ഓരോ ചോദ്യങ്ങൾ ഉന്നയിച്ച് അതിന് മറുപടി പറഞ്ഞ് ആ സംവാദം 2.5 മണിക്കൂർ നേരം നീണ്ടു. അതുപോലെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ. ഈ പറയുന്നതൊക്കെ പൂർവ്വ സംഭവങ്ങളാണ്. നമ്മുടെ തന്നെ പൂർവികരെ ചാരി നിൽക്കുന്ന സംഭവങ്ങളാണ്. അപ്പം യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, വിദ്വേഷോ ദൈതേ പുത്രേ കഥമാസീൻ മഹാത്മനി ബ്രൂഹിമേ ഭഗവന്യേന പ്രഹ്ലാദസ്യ അച്യുതാത്മത. എങ്ങനെയാണ് തനിക്ക് ജനിച്ച, തൻ്റെ അരക്കെട്ടിൽ നിന്ന് ജനിച്ച കുട്ടിയോട് ശത്രുത തോന്നി എന്ന് പറയണത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവണില്ല. ഭഗവൻ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരൂ. അതേ സമയത്ത് പ്രഹ്ലാദൻ അച്യുതൻ, ഇൻഫാലിബിൾ, ഒരു വിധത്തിലുള്ള ച്യുതിയുമില്ലാത്ത ഭഗവാനോട് കൂടി തന്മയത്വം പ്രാപിച്ചവനായിരുന്നു. ആ ചെറിയ കുട്ടിക്ക് ഇങ്ങനെ തന്മയത്വം എങ്ങനെ ഉണ്ടായി ഭഗവാനോട്? ആ കുട്ടിയോട് അച്ഛൻ എന്തായിരുന്നു വെറുപ്പിന് കാരണം? ഇത് കേൾക്കുമ്പോൾ ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഒരച്ഛനും ഈ വെറുപ്പുണ്ടാവില്ല. ഒരു കുട്ടിക്കും ഇത്ര അധികം താതാത്മ്യം ഭഗവാനോടും കിട്ടില്ല. ഈ 1-ാമത്തെ അധ്യായം കഴിഞ്ഞു. ഇനി 2-ാമത്തെ അധ്യായമാണ്. ഞാനിത് പറഞ്ഞു പോകണോ അതോ എനിക്കിഷ്ടം കുറച്ചൊന്ന് ആ ശ്ലോകങ്ങൾ ചൊല്ലി കേൾപ്പിക്കാനാ? എന്താ വേണ്ടേ? ഞാൻ ഈ ശ്ലോകങ്ങളൊന്ന് ആദ്യം വായിക്കട്ടെ. ഒന്ന് കൈ പൊക്കാൻ ഇഷ്ടമാണെങ്കിൽ എത്ര പേര് കൈ പൊക്കണമെന്ന് കാണാമല്ലോ. സ്വാമിജി പാരായണം ചെയ്തു ഒക്കെ സംസ്കൃതമാണ്. ഞങ്ങൾക്ക് അതിൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ വളരെ രുചിച്ച് സന്തോഷിച്ചാണ് പറയണത്. എൻ്റെ രുചി എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളൊക്കെ പാരായണം ചെയ്യാൻ പഠിക്കണം എന്നൊരു ഉദ്ദേശമുണ്ട്. 2-ാമത്തെ അധ്യായമാണ് ഇനി. ഭ്രാതര്യേവം വിനിഹതേ ഹരിനാ ക്രോഡമൂർത്തിന ഹിരണ്യകശിപൂരാജൻ പര്യതപ്യത് രുഷാ ശുച ആഹചേദം രുഷാഘൂർണ സന്തഷ്ടദശനച്ഛദ കോപോജ്വലദ്ഭ്യാം ചക്ഷുർഭ്യാം നിരീക്ഷൻ ധൂമമംബരം കരാളദംഷ്ട്രോഗ്രദൃശ്യ ദുഷ്പ്രേക്ഷ്യ ഭൃഗുടീമുഖ ശൂലമുദ്യമ്യ സദസി ദാനവാൻ ഇതമബ്രവീത് ഭോ ഭോ ദാനവദൈതേയ ദ്വിമൂർധൻ ത്രക്ഷശംബര ശതബാഹോ ഹയഗ്രീവ നമുജേ പാകയിൽവല വിപ്രചിത്തേ മമ വചഃ പുലോമൻ ശകുനാദയ ശൃണുതാനന്തരം സർവേ ക്രിയതാം ആശുമാചിരം സപത്നൈർഘാതിതക്ഷുദ്രൈഃ ഭ്രാതാമേദൈതസുഹൃദ് പാർഷ്ണിഗ്രാഹേണ ഹരിണ സമേനാപ്യുപധാവനൈഃ തസ്യ സ്യക്തസ്വഭാവസ്യ ഘൃണേർമായാവനൗകസഃ ഭജന്തം ഭജമാനസ്യ ബാലസ്യേവാസ്ഥിരാത്മനഃ മച്ഛൂലഭിന്നഗ്രീവസ്യ ഭൂരിണാ രുധിരേണ വൈ രുധിരപ്രിയം തർപ്പയിഷ്യേ ഭ്രാതരം മേ ഗതവ്യഥാ
തസ്മിൻ കൂടേ ഹിതേ നഷ്ടേ കൃത്തമൂലേ വനസ്പദൗ വിടവാ ഇവ ശുഷ്യന്തി വിഷ്ണുപ്രാണാദിവ ഊകസഃ താവദ്യാധഭുവം യൂയം ബ്രഹ്മക്ഷത്രസമേധിതാം സൂദയധ്വം തപോ യജ്ഞ സ്വാധ്യായ വ്രതദാനിനഃ വിഷ്ണുർദ്വിജക്രിയാമൂലോ യജ്ഞോ ധർമ്മമയഃ പുമാൻ ദേവർഷി പിതൃഭൂതാനാം ധർമ്മസ്യ ച പരായണം യത്ര യത്ര ദ്വിജാഗാവോ വേദാവർണാശ്രമാഃ ക്രിയാഃ തം തം ജനപദം യാത സന്ദീപയത വൃശ്ചത ഇതി മേ ഭർതൃനിർദ്ദേശം ആദായ ശിരസാധൃതാഃ തഥാ പ്രജാനാം കഥനം വിദധു കഥനപ്രിയാഃ. ഇതിൽ കുറേ ഹിരണ്യകശിപുവിൻ്റെ സാഹസങ്ങളും അക്രമങ്ങളും നിഷ്ഠുരതകളും വിവരിക്കുന്നതാണ്. ശ്രീമദ് ഭാഗവതത്തിലുള്ള വിവരണമായതുകൊണ്ട് അത് ഞാൻ വായിക്കുമ്പോൾ വാസ്തവത്തിൽ ഇപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. ഹിരണ്യകശിപുവിൻ്റെ ക്രൂരത മുഴുവൻ വിവരിക്കേണ്ട ആവശ്യം എന്താ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റണം. രാമായണം ഉണ്ടല്ലോ, ആ രാമായണത്തിൽ ശ്രീരാമനെ പറ്റി മാത്രമേ ചരിത്രമുള്ളൂ, അതോ രാവണനെ പറ്റിയും വേണ്ടത്തോളം പറയുന്നുണ്ടോ? എന്താ അതിന് കാരണം? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തണമെങ്കിൽ ನಮ್ಮ മനസ്സിലുള്ള വികാരങ്ങൾ എന്താ? 6 എണ്ണമാണ്. കാമം, ക്രോധം, ലോഭം, മോഹം, മദം, ആശ്ചര്യം. ഇതിൽ ചിലതൊക്കെ പ്രകടമാകാതെ അവിടെ വിമ്മിഷ്ടപ്പെട്ടിരിക്കുന്നുണ്ടാവും. അതെല്ലാറ്റിനെയും പുറത്ത് കൊണ്ടുവന്ന് സമീകരിച്ചെടുക്കുക എന്നുള്ളതാണ് മനഃപ്രശാന്തതയും മനഃപൂർണ്ണതയും. ഹനുമാൻ ലങ്കയ്ക്ക് ചാടിയില്ലോ, ചാവടി ധപ്പ് കുതിച്ച് അവിടെ എത്തിച്ചേർന്നു. എന്നിട്ട് പലയിടവും തിരയാൻ തുടങ്ങി. അവസാനം രാവണൻ്റെ അന്തഃപുരത്തിൽ ചെന്നു. അന്തഃപുരത്തിൽ ചെന്ന് ആ ബ്രഹ്മചാരിയായിരിക്കുന്ന ഹനുമാൻ കണ്ട ദൃശ്യങ്ങൾ മുഴുവനും വാൽമീകി വിവരിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ അത് വായിക്കാനേ തോന്നില്ല ഞങ്ങളെപ്പോലെയുള്ളവർക്ക് പെട്ടെന്നും. ഈ അന്തഃപുരത്തിൽ എന്താ ഉണ്ടാവുക രാത്രി കാലങ്ങളിൽ? അതൊക്കെ കഴിഞ്ഞ് ഓരോരും പലതരത്തിലും പല വേഷത്തിലും പല വികൃതങ്ങളിലും ഒക്കെ ആയിട്ട് കിടന്നുറങ്ങുക. അതൊക്കെ നോക്കി സീതയെ കണ്ടില്ല. എന്നിട്ട് ഹനുമാൻ പുറത്തു വന്നു. എന്താ ഞാൻ ചെയ്തതപ്പാ? അന്തഃപുരത്തിൽ ചെന്ന ഈ സ്ത്രീകളെ ഒക്കെ ഞാൻ കണ്ടു. ഞാനൊരു ബ്രഹ്മചാരിയാണ്, ഈ ദൃശ്യം എനിക്ക് യോജിച്ചതല്ല, ഞാനിങ്ങനെ കണ്ടുല്ലോ, ഇത് വലിയ പാപമായില്ലോ എന്ന് പറഞ്ഞ് വാലെടുത്തൊന്ന് കടിച്ചു. അപ്പോൾ തോന്നി, പക്ഷേ ഇതൊക്കെ കണ്ടിട്ടും എൻ്റെ മനസ്സിന് സ്വല്പമെങ്കിലും ഒരു വികാരഭേദം ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞ് സമാധാനിക്കുന്നു. ആ ഭാഗം ഞാൻ വളരെയധികം ആലോചിച്ച് ആസ്വദിക്കുകയുണ്ടായി. നിങ്ങളുടെ മനസ്സിൽ ഒരു തരത്തിലുള്ള വെറുപ്പും വിദ്വേഷവും ഉണ്ടാവരുത്. ഈ ലോകത്തിൽ എന്തൊക്കെയുണ്ടോ അതിനോടൊക്കെ ഇണങ്ങി നമ്മൾ ജീവിക്കണം. നിങ്ങളിപ്പോൾ കാർ ഓടിച്ച് പോവുക അല്ലെങ്കിൽ ബസ്സിൽ പോവുകയാണ്, എയർപോർട്ടിലേക്കാണ് പോകണമെന്ന് വിചാരിച്ചോളൂ. അവിടെ വഴിയിൽ പല ദൃശ്യങ്ങളും ഉണ്ടാവും. ആ ദൃശ്യങ്ങളോട് കണ്ണടയ്ക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? പറ്റില്ല. പലതും കാണുന്ന മാതിരി അതും കണ്ടു എന്ന് വരും. ആ കണ്ടത് നമ്മുടെ മനസ്സിൽ ഒരളവ് വരെ പതിയും. അത് ചിലപ്പോൾ സ്വപ്ന രൂപത്തിൽ പ്രകടമായി എന്ന് വരാം. എന്ത് തന്നെ സ്വപ്നത്തിൽ കണ്ടാലും സ്വല്പമെങ്കിലും നിങ്ങൾ ചൂളിപ്പോകരുത്. അത് സ്വപ്നമാണ്. നമുക്കതിനോട് ഉത്തരവാദിത്വം തീരെയില്ല. എന്ത് വേണമെങ്കിൽ നടന്നോട്ടെ. ചിലപ്പോൾ നമുക്ക് സ്വപ്നം കാണും തൻ്റെ ശിരസ് മുറിച്ചു എന്ന്. എണീറ്റ് നോക്കുമ്പോൾ ശിരസ് അവിടെ ഉണ്ടാവും. ഇതിലേറെ തെളിവ് വേണോ? അതുകൊണ്ട് എന്ത് സ്വപ്നം വേണമെങ്കിൽ കണ്ടോളൂ. അത് നല്ലതാണെങ്കിൽ കുഴപ്പമില്ല, പൊല്ലാത്തത് കണ്ടിട്ട് ഒന്നും വേണ്ട. ഇപ്പോൾ അമ്മയെ കൊന്നു എന്നൊരു സ്വപ്നം കണ്ടാൽ പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരാവണോ നിങ്ങൾ? ഇപ്പോൾ സ്വപ്നം എന്നൊരു അനുഭവമുണ്ട്, അത് ഇല്ലാത്തതാ. അത് എങ്ങനെ ഉണ്ടാവണമെന്നുള്ളത് വലിയ ഒരു ചോദ്യമാണ്. സൂക്ഷ്മനാഡികളിൽ ബുദ്ധി സഞ്ചരിക്കുമ്പോഴാണ് സ്വപ്നം ഉണ്ടാവുന്നത്. അതുപോലെ ഈ ഹിരണ്യകശിപുവിൻ്റെ സാഹസങ്ങളും അദ്ദേഹം തൻ്റെ അനുയായികളെ വിളിച്ച് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അങ്ങനെ പറഞ്ഞ വർത്തമാനങ്ങളൊക്കെ ഇതിൽ വിവരിച്ചിട്ടുണ്ട്. അത് ശ്രീമദ് ഭാഗവതമായതുകൊണ്ട് ഓരോ സന്ദർഭങ്ങളും വിവരിക്കുമ്പോൾ അതേ ഗ്രന്ഥകർത്താവിന്, എഴുത്തുകാരൻ അല്ലെങ്കിൽ ചൊല്ലിക്കൊടുക്കുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ വാചാലത, ആ വിവരിക്കുന്ന സന്ദർഭങ്ങളോടും വ്യക്തികളോടുമുള്ള താതാത്മ്യമുണ്ടല്ലോ, ആ താതാത്മ്യം എത്ര വിശേഷപ്പെട്ട് മനസ്സിലാക്കാം. നിങ്ങളതൊക്കെ വായിച്ച് അതിൽ നിന്നുള്ള ഭവ്യത നിങ്ങളെല്ലാവരും ഉൾക്കൊള്ളൂ. ഇതിതേ ഭർതൃനിർദ്ദേശം ആദായ ശിരസാധൃതാഃ തഥാ പ്രജാനാം കഥനം വിദധു കഥനപ്രിയാഃ.
ആ കേട്ടവരൊക്കെ, അനുയായികളൊക്കെ, പടയാളികളും സേനാളികളും ഒക്കെ ഹിരണ്യകശിപു പറഞ്ഞത് കേട്ട് ഓടിപ്പോയി സർവ്വ സ്ഥലത്തും നാശം വിതറി എന്നാണ് ഇവിടെ പറയാൻ പോണത്. അത് ഹിരണ്യകശിപുവിൻ്റെ വാക്കുകളും കേട്ടിട്ട് അവർ ചെയ്തതും അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളും അവർ ചെയ്ത സാഹസങ്ങളും ഒക്കെ ഈ ഭാഗവതത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ശ്രീമദ് ഭാഗവതം ഒരു മഹാകാവ്യമാണ്. മഹാകാവ്യമാകണമെങ്കിൽ അതിലെ എല്ലാ വിധത്തിലുള്ള വർണ്ണനയും വിവരണവും വേണം. ഭൂമിയുടെ വിവരണം, പർവ്വതത്തിൻ്റെ വിവരണം, തടാകങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ, എന്തെല്ലാം വൃക്ഷങ്ങളുണ്ടോ, പൂക്കളുണ്ടോ, ചെടികളുണ്ടോ, മനുഷ്യരുടെ പ്രകൃതങ്ങൾ എങ്ങനെയാണോ, സ്വഭാവരീതികൾ എന്തോ, എല്ലാം തന്നെ വിവരിച്ച് നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പിക്ചർ, ഒരു ചിത്രം തരുന്നത് ഈ ഇതിഹാസ കർത്താക്കളാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ രാജ്യത്തിലുള്ള പുണ്യ സങ്കേതങ്ങൾ എന്തെല്ലാമെന്ന് ആരാണ് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത്? ഏതെങ്കിലും സ്കൂളിലോ കോളേജിലോ പഠിപ്പിക്കുകയോ? എന്തെങ്കിലും ഒരു വിചാരം നമുക്കുണ്ടെങ്കിൽ എത്ര തടാകങ്ങളുടെയും കുളങ്ങളുടെയും പേരുകളാണ് ഓരോ സമയത്ത് പറയുന്നത്. ഞാൻ മഹാഭാരതം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അർജുനൻ്റെ തീർത്ഥാടന കാലത്ത് കുറച്ച് തടാകങ്ങളുണ്ട്, അവിടെ പോയി കുളിക്കരുത്, വലിയ പുണ്യസങ്കേതങ്ങളായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് പറയുന്നുണ്ട്. അവിടെ കുളിക്കരുത്. അയ്യോ, കുളിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു മുതലയുണ്ട്, ആ മുതല പിടിച്ച് എല്ലാവരും കൊന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ പുണ്യക്ഷേത്രമായിരുന്നു, വളരെ പവിത്രമായിരുന്നു, ഇപ്പോൾ എല്ലാവരും ഉപേക്ഷിച്ച് കിടക്കുക. അങ്ങനെയാണോ? എന്നാൽ ഞാൻ പോയി കുളിക്കാം എന്ന് പറഞ്ഞ അർജുനൻ പുറപ്പെട്ടു. അവിടെ ചെന്ന് കുളിച്ചപ്പോൾ മുതല വന്ന് പിടിച്ചു. മുതല പിടിച്ചപ്പോൾ ഇത്തവണ പിടിച്ച ആൾ വേറെയാ. ഒരു കൂസലും കൂടാതെ മുളയുടെ കടിയും കൊണ്ട് അങ്ങോട്ട് കയ്യും വീശി അങ്ങോട്ട് നടന്ന് കയറി. കരയിൽ വന്നാൽ മുതല എന്തു ചെയ്യും? ആ മുതലയെ പിളർത്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കന്യക പുറപ്പെട്ടു. ഞങ്ങൾ ദേവസ്ത്രീകളായിരുന്നു, ഞങ്ങളുടെ തെറ്റുകൊണ്ട് മഹർഷി ശപിച്ചിട്ടാണ് ഇങ്ങനെ ആയത്. ഇനിയുള്ള തടാകങ്ങളിലുമുണ്ട് ഇതേമാതിരി മുതലകൾ, അതേയും കൂടി കൊല്ലണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടു. ഇങ്ങനെ കഥകളുണ്ട്. അതിൽ ബാക്കിയുള്ളതൊക്കെ മാറ്റി നിർത്തൂ. ഇങ്ങനെ 6-7 തടാകങ്ങൾ ഇവിടെയുണ്ട്, തീർത്ഥകേന്ദ്രങ്ങളെന്ന് ആരാ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? എപ്പോഴെങ്കിലും ഒരു സന്ദർഭത്തിൽ നമ്മുടെ രാജ്യത്തിനെ പറ്റിയിട്ടുള്ള മഹത്വം നമുക്ക് അറിയേണ്ടതില്ലേ? ഇപ്പം കേരളത്തിൽ തന്നെ ഉള്ള കാര്യങ്ങൾ മുഴുവൻ ആർക്കും അറിയില്ല. ഇവിടുത്തെ ചീഫ് സെക്രട്ടറിക്കും ഒരുപക്ഷെ അറിയില്ല. അപ്പോൾ ഇതൊക്കെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് ഈ തരക്കാരാണ് എന്നുള്ളത് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. ഞാൻ നിർത്തട്ടെ, നാളെ നമുക്ക് തുടങ്ങാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ഞാനിങ്ങനെ ഗോവിന്ദനാമ സങ്കീർത്തനം എന്നൊന്നും പറയാറില്ല കേട്ടോ. പുറത്തു പോയി ജ്ഞാനയജ്ഞങ്ങൾ നടത്തുമ്പോൾ അത് ഇവിടെ മാത്രമേ ചെയ്യാറുള്ളൂ. ഇവിടെ എന്താ സന്ദർഭം? ഭഗവാനും ഭക്തനും പരമകല്യാണനിധിയായ ശ്രീഹരി ഒരു ഭാഗത്ത്, അദ്ദേഹത്തോട് കൂറും കടപ്പാടും സ്നേഹവും എല്ലാമായി നമ്മൾ. അപ്പം നമ്മളെ രണ്ടുപേരെയും കൂടി യോജിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള കീർത്തനങ്ങളാണ്, ഇത്തരത്തിലുള്ള ആലാപനങ്ങളാണ്. ഈ ശ്രീമദ് ഭാഗവതം വിവരിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിൻ്റെ ഉൾച്ചുരുട്ടുകളെല്ലാം തീർത്ത് അതിനെ ശുദ്ധമാക്കി എടുക്കാൻ ഈ വക എക്സ്പോഷർ തുറപ്പ് ആവശ്യമാണ്. ശരി. ജയതി ജയതി ദേവോ ദേവകീനന്ദനോയം. ജയതി ജയതി കൃഷ്ണോ വൃഷ്ണിവംശപ്രദീപ. ജയതി ജയതി മേഘശ്യാമളഃ കോമലാംഗോ. ജയതി ജയതി പൃഥ്വീഭാരനാശോ മുകുന്ദഃ. ജയതി ജയതി പൃഥ്വീഭാരനാശോ മുകുന്ദഃ. ഹരി 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 ഓം തസ്. നമുക്കെല്ലാവർക്കും കൂടി ഒരു സമാപന ഓംകാരം ജപിച്ച് എണീക്കാം. ഓ
ഹരി ഓം തത്സത്. ജയ ഗുരു, ജയ ഗുരു.